കേൾക്കാമോ? കേൾക്കാമോ? കേൾക്കാം. ഓക്കെ. പ്രയർ. പ്രയർ ചൊല്ലട്ടെ. കൈതവനില്ലാത്ത ദൈവമേ നീ, കൈവെല്ല ദീപത്തെ കാത്തരുളിടുന്ന കൈതവനില്ലാത്ത ദൈവമേ നീ, അജ്ഞരാം ഞങ്ങളെ വിജ്ഞരാക്കണമേ വിജ്ഞാന സാഗര സർവേശ്വര, അജ്ഞരാം ഞങ്ങളെ വിജ്ഞരാക്കണമേ വിജ്ഞാന സാഗര സർവേശ്വര, ഉത്തമ ഭാവന ഞങ്ങൾക്കു നൽകിയിട്ട് ഉത്തമന്മാരാക്കി മാറ്റിയിടണേ, ഉത്തമ ഭാവന ഞങ്ങൾക്കു നൽകിയിട്ട് ഉത്തമന്മാരാക്കി മാറ്റിയിടണേ, ലോകാതിനാഥാനി മാനസം ഞങ്ങളിൽ പാരം പതിപ്പിച്ചു കാത്തിടണേ, ലോകാതിനാഥാനി മാനസം ഞങ്ങളിൽ പാരം പതിപ്പിച്ചു കാത്തിടണേ, കൈവെല്ല ദീപത്തെ കാത്തരുളിടുന്ന കൈതവമില്ലാത്ത ദൈവമേ നീ. Okay. Thought of the day. Thought of the day. If you can dream it, you can do it. നിങ്ങൾക്ക് സ്വപ്നം കാണാൻ കഴിയുമെങ്കിൽ അത് നേടാനും കഴിയും. I repeat, if you can dream it, you can do it. Walt Disney. Signing. ഈ കൈകളിൽ നീ കൊണ്ട് വന്ന താലം നൽകവേ, പാഴ്മുളയിലെ സ്വപ്ന സല്ലാപമായി നിന്റെ മൗനം മൂടി പെയ്യവേ, കുടവട്ടപ്പാടിലായി സ്വർഗം നിറഞ്ഞൊഴുകി, കുടവട്ടപ്പാടിലായി സ്വർഗം നിറഞ്ഞൊഴുകി, മലവാരം നിന്നിലെ കുങ്കുമം ഉതിർപ്പൂക്കളായി നീ വിതറി. താങ്ക് യു മാം. കഴിഞ്ഞ ബാക്കി ആര് പാടും? മതിയാ? ബാക്കി പാട്. ആകാശമണ്ഡലങ്ങളിൽ നീഹാരമലയുന്നിതാ, പൂഞ്ചോലയിൽ കുരുന്നു ചങ്ങാതികൾ പാടുമീ വേളയിൽ, ശ്യാമലാവണ്യമോ താലവൃന്ദങ്ങൾ മുത്തണിഞ്ഞിടാ, മായാത്ത മാരിവില്ലിതാ, ആയിരം വസന്തമിന്നിതാ, ആകാശമണ്ഡലങ്ങളിൽ നീഹാരമലയുന്നിതാ, പൂന്തിന്നലിൽ തൊടുത്ത പൂഞ്ചോലയിൽ. അയ്യോ മറന്നുപോയി. ഓക്കെ, താങ്ക് യു. താങ്ക് യു. PDF അത് കാണാമോ? നമ്മുടെ ഡെവലപ്മെന്റ് പ്രൊഫൈലാണ് എടുത്തോണ്ടിരുന്നത്. അതില് ടൈം ടേബിൾ പറഞ്ഞു. നെക്സ്റ്റ് വൺ കണ്ടന്റ് ഓഫ് എ ടൈം ടേബിൾ ആണ് എടുക്കുന്നത് കേട്ടോ. കണ്ടന്റ് ഓഫ് എ ടൈം ടേബിൾ. First one, time of beginning and ending of the day. Time of inspection and ending of each period. Subjects and activities offered during a specified period, based on which each subject and each activity is to be handled. The names of the teachers in charge of each division of each standard, room in which each class meets, and details respecting
recess periods. First one എന്താ പറയുന്നത്? Time of beginning and ending of the school day. എന്താണ് ടൈം ടേബിളിലെ ഫസ്റ്റ് കണ്ടന്റ്? ടൈം ഓഫ് ബിഗിനിങ് ആൻഡ് എൻഡിങ് ഓഫ് ദ സ്കൂൾ ഡേ. സ്കൂൾ തുടങ്ങുന്നതും അവസാനിക്കുന്നതും സ്റ്റാർട്ട് ചെയ്യുന്നതും അതിന്റെ സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്നതിനൊരു ടൈം ഉണ്ടായിരിക്കും, അത് അവസാനിക്കുന്നതിനൊരു ടൈം ഉണ്ടായിരിക്കും അല്ലെ? നോർമലി ഏത് സമയത്താണ്, ഏതാണ് കറക്റ്റ് ടൈം? എപ്പോഴാണ് സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈം? 9:30 to 3:30. 9:30 to 3:30. ഓക്കെ, വെരി ഗുഡ്. ടൈം ടേബിളിന്റെ പ്രധാന കണ്ടന്റിൽ ഒന്ന് തന്നെയാണ് എന്താ, അത് തുടങ്ങുന്ന ഒരു ബിഗിനിങ് ടൈമും എൻഡിങ് ടൈം എന്ന് പറയുന്നത്. സെക്കൻഡ് കണ്ടന്റ് എന്താണ്? ടൈം ഓഫ് ഇൻസ്പെക്ഷൻ ആൻഡ് എൻഡിങ് ഓഫ് ഈച്ച് പീരീഡ്. ടൈം ഓഫ് ഇൻസ്പെക്ഷൻ ആൻഡ് എൻഡിങ് ഓഫ് ഈച്ച് പീരീഡ്. സെക്കൻഡ് വൺ എന്താണ്? Time of inspection and ending of each period. എന്താണ് പറയൂ? സ്കൂളിൽ പോയവർക്ക് അറിയാലോ, ഒരു പീരീഡ് ആരംഭിക്കുന്നതും അവസാനിക്കുന്നതിന്റെ ഒരു ടൈം ഉണ്ടാവില്ലേ? അറിയില്ലേ? കേൾക്കുന്നില്ല? നിങ്ങൾ ആരും കേൾക്കുന്നില്ലേ? ക്ലാസ് കേൾക്കുന്നില്ല ആരും? കേൾക്കാം. പിന്നെന്താ റിപ്ലൈ ചെയ്യാത്തെ? ഓക്കെ, 45 minutes. 45 minutes ആയിരിക്കും അല്ലെ? ഒരു പീരീഡ് തുടങ്ങി അത് അവസാനിക്കുന്നത് കൃത്യമായ ഒരു ടൈം ഷെഡ്യൂൾ ഉണ്ടായിരിക്കും, ഒരു ടൈം പീരീഡ്. അതനുസരിച്ചിട്ടാണ് നെക്സ്റ്റ് പീരീഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ രണ്ട് പീരീഡിന്, രാവിലത്തെ രണ്ട് പീരീഡിന് ശേഷം നമ്മൾ ഒരു പീരീഡ്, ഒരു ചെറിയൊരു സമയം അറേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. രണ്ട് പീരീഡിന് ബാത്റൂമിൽ പോകാനും സ്നാക്സ് കഴിക്കാന് നമ്മളൊരു ബ്രേക്ക് ടൈം അല്ലെ, ഇന്റർവൽ ടൈംസ് കൊടുക്കും അല്ലെ? ഇന്റർവൽ ടൈം എന്നാണ് അതിന് പറയുന്നത്. ഓക്കെ, യെസ്. ഏകദേശം ഒരു 5 മിനിറ്റ് അതിനപ്പുറം ഉണ്ടാവില്ല ആ ഒരു ടൈം അല്ലെ? അപ്പൊ ഓരോ സെക്കൻഡ് കണ്ടന്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ഓരോ പീരീഡ് തുടങ്ങുന്നതിന് ഒരു ടൈം ഷെഡ്യൂൾ ഉണ്ട്. അത് തുടങ്ങുന്നത് ഇപ്പോ 9 മണിയാണെങ്കിൽ 9:25, 9:45 അങ്ങനെ, അല്ലെങ്കിൽ 10 ആണെങ്കിൽ 10:25, 10:45 അങ്ങനെയൊക്കെ ആയിരിക്കും ടൈം ഷെഡ്യൂൾ. പക്ഷെ ഓരോ സ്കൂളിലും സമയം വ്യത്യാസം ഉണ്ടായിരിക്കും, ഒരു പീരീഡ് തുടങ്ങുന്നതിന്റെ സമയം വ്യത്യാസം ഉണ്ടായിരിക്കും. ഓക്കെ, അത് എപ്പോഴാണോ തുടങ്ങുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും ഓരോ ക്ലാസ്സിന്റെ പീരീഡ് ആരംഭിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ. Subject and activities offered during a specified period. Subjects and activities offered during a specified period. എന്താണ് പറയുന്നത്? Subjects and activities offered during a specified period. നമ്മൾ എല്ലാ ദിവസവും സബ്ജക്ട് മാത്രമല്ലയോ ക്ലാസ്സിൽ ഉണ്ടാവുന്നത്? എല്ലാ ദിവസവും ആക്ടിവിറ്റീസും ഉണ്ടാവും. ആക്ടിവിറ്റീസ് ഇപ്പോ ആക്ടിവിറ്റീസ് ഉദ്ദേശിക്കുമ്പോൾ എന്തൊക്കെ വരും അതില്? ഡ്രോയിങ്സ്, പിന്നെ പസിൽ ഗെയിംസ് ഉണ്ടാവും. അങ്ങനെ ഓരോരോ ആക്ടിവിറ്റീസ് ഉണ്ടാവും. സബ്ജക്റ്റിന് ഒരു പീരീഡ് ഉണ്ടാവും, ആക്ടിവിറ്റീസ് ചെയ്യിപ്പിക്കുക, അതല്ലെങ്കിൽ ആക്ടിവിറ്റീസ് ചെയ്യിപ്പിക്കാനായിട്ട് വേറെ പീരീഡ്, അല്ലെങ്കിൽ എന്താ പറയാ, നമ്മളപ്പോ ഈ PT എന്ന് പറയുന്ന പീരീഡ് ഇതിൽ എവിടെയായിരിക്കും വരുന്നത്? PT സ്പെസിഫൈഡ് പീരീഡിൽ വരുമോ? ലാസ്റ്റ് പീരീഡ് അല്ല ചോദിച്ചത്, ഈ പറഞ്ഞ സബ്ജക്ട് ആൻഡ് ആക്ടിവിറ്റീസിൽ PT കൂടി ഉൾപ്പെടുമെന്നാണ് ഞാൻ ചോദിച്ചത്. PT ഉൾപ്പെടോ? ആക്ടിവിറ്റി ഇവിടെ എന്തായാലും സബ്ജക്റ്റും ആക്ടിവിറ്റീസ് ആണ് വരുന്നത് അല്ലെ? ഇതുപോലെ നമ്മള് ഡ്രോയിങ് ക്ലാസ്സസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സ്പെസിഫൈഡ് ആയിട്ടുള്ള എന്തെങ്കിലും മെറ്റീരിയൽസ് എടുക്കുന്ന, അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെസിഫൈഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ട് പീരീഡ്സുകൾ ഉണ്ടാവും. ഇതേപോലെ നമ്മുടെ എന്താ പറയാ, ഈ തുന്നൽ പീരീഡ് എന്നൊക്കെ പറയില്ല, നമ്മുടെ തുന്നുന്നത്, കുട്ടികൾ എന്തെങ്കിലും മോഡൽസ് ചെയ്യുന്നതൊക്കെ, അല്ലെങ്കിൽ മോഡൽസ് ചെയ്യാൻ വേണ്ടി, ക്രാഫ്റ്റ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് അതാണ് ആക്ടിവിറ്റീസിനകത്ത് വരുന്നത്. ഇപ്പൊ ഡ്രോയിങ് മാത്രമല്ല, ഡ്രോയിങ് പീരീഡ് മാത്രമല്ല, ഇതേപോലുള്ള എന്തെങ്കിലും ക്രാഫ്റ്റ് ആൻഡ് ഐറ്റംസ് ഒക്കെ ചെയ്യുന്നതിന് വേണ്ടി ഡിഫറെന്റ് പീരീഡ്സുകൾ നമ്മൾ ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ടൈം ടേബിളിനകത്ത് നമ്മൾ ഓൾറെഡി ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, യെസ്.
സബ്ജക്റ്റും ആക്ടിവിറ്റീസിനും വേണ്ടിയിട്ട് സ്പെസിഫൈ ചെയ്തിട്ട് നമ്മൾ ടൈം ടേബിളില് പീരീഡ്സുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു പീരീഡ് ഒക്കെ ഉണ്ടാവുള്ളൂ അല്ലെ, ബാക്കിയൊക്കെ സബ്ജക്ട്സ് ആയിരിക്കും ചിലപ്പോൾ 1-2 മാക്സിമം 2 പീരീഡ് മാത്രം ചിലപ്പോൾ അങ്ങനെ ഒരു ലക്ഷം പീരീഡ് എന്ന രീതിയിൽ വരുള്ളൂ. ഓക്കെ, ആക്ടിവിറ്റീസ് ഓറിയന്റഡ് ആയിട്ടുള്ള പീരീഡുകൾ വരുള്ളൂ. Then content of the timetable next വരുന്നത് എന്താണ്? Fourth one, days on which each subject and each activity is to be handled. Days on which each subject and each activity is to be handled. എന്താണ് fourth one? കഴിച്ചു നോക്കി പറഞ്ഞേ. ഓരോ വിഷയവും കൈകാര്യം ചെയ്യേണ്ട ദിവസങ്ങൾ വ്യത്യാസം വരും അല്ലെ. ചില വിഷയങ്ങൾ എല്ലാ ദിവസവും ഉണ്ടാവും, ചില വിഷയങ്ങള് ചില സബ്ജക്ട്സുകള് ഇല്ല. അങ്ങനെ ഇല്ലാത്ത ഏതാണോ സബ്ജക്ട്? എല്ലാ ദിവസവും ഇല്ലാത്തൊരു സബ്ജക്ട് ഏതാണോ? ജികെ. യെസ്, വെരി ഗുഡ്. ജികെ ഉണ്ടാവില്ല. പിന്നെ ഇത് മാത്രമാണോ? കമ്പ്യൂട്ടർ ഉണ്ടാവില്ല മിസ്. കമ്പ്യൂട്ടർ ഉണ്ടാവില്ല, ജികെ ഉണ്ടാവില്ല. മോറൽ സയൻസ് അല്ലെ, മോറൽ സയൻസ് സെക്യൂരിറ്റി ഗ്രൂപ്പ്സ് നമ്മൊരു ഓറിയന്റഡ് ആയിട്ടുള്ളൊരു ഇതാണ്. മോറൽ സയൻസ് അറിയാലോ നിങ്ങൾക്ക്. മോറൽ ആയിട്ടുള്ള സ്റ്റോറീസും ആക്ടിവിറ്റീസ് എടുക്കുന്നുണ്ട്. ഇതൊക്കെ എന്താണ്, ഏതെങ്കിലും ഒരു ദിവസങ്ങളിൽ മാത്രമേ ഈ പീരീഡ്സ്, കമ്പ്യൂട്ടർ ഉൾപ്പെടെ വീക്കിലി ഏതെങ്കിലും ഒരു ദിവസം മാത്രം അറേഞ്ച് ചെയ്യുള്ളൂ. ഓക്കെ, അതുമായി റിലേറ്റ് ചെയ്യുന്ന ആക്ടിവിറ്റീസ് നമ്മൾ എന്താണ്, അതിന് വേണ്ടി ഒരു പ്രത്യേക ദിവസങ്ങൾ ഉണ്ടായിരിക്കും. അതാണ് ഡേയ്സ് ഓൺ വിച്ച് ഈച്ച് സബ്ജക്ട്സ് എന്ന രീതിയിൽ സൂചിപ്പിക്കുന്നത്. ടൈം ടേബിൾ രേഖപ്പെടുത്തുമ്പോൾ നമ്മൾ എന്താണ്, ഏത് സബ്ജക്ട്സ് ഒക്കെ ഏത് വീക്കിലാണ്, അതായത് പ്രത്യേകിച്ച് എല്ലാ സബ്ജക്റ്റും എല്ലാ ദിവസവും വരില്ല. ചില സബ്ജക്ട്സുകൾ എന്താണ് ഇതേപോലെ ജികെ, കമ്പ്യൂട്ടേഴ്സ് അല്ലെങ്കിൽ മോറൽ സയൻസ് മുതലായിട്ടുള്ള ടോപ്പിക്സുകൾ എന്താണ് ഇടവിട്ട ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസത്തെ മാത്രമേ ഇത് വരാറുള്ളൂ. ഓക്കെ, യെസ്. അപ്പൊ അത് നമ്മൾ എന്താണ് ഓൾറെഡി ടൈം ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ഫിഫ്ത്ത് വൺ എന്താണ്, നെയിംസ് ഓഫ് ദ ടീച്ചേഴ്സ് ഇൻ ചാർജ് ഓഫ് ഈച്ച് ഡിവിഷൻ ഓഫ് ഈച്ച് സ്റ്റാൻഡേർഡ്. Names of teachers in charge of each division of each standard. എന്താ പറയുന്നത്? അഞ്ചാമത്തെ പോയിന്റ്, ഓരോ സ്റ്റാൻഡേർഡിലെയും ഓരോ ഡിവിഷനിലെയും ചുമതലയുള്ള ടീച്ചേഴ്സ് അല്ലെ, അവരുടെ പേരുകള് അല്ലെ, പേരുകൾ ആ ടൈം ടേബിളിൽ ഉണ്ടായിരിക്കും. ഏതൊക്കെ ടീച്ചേഴ്സ് ഏതൊക്കെ ക്ലാസ്സിലാണ് ഏതൊക്കെ ഡിവിഷനിലാണ് ഉള്ളത് എന്നുള്ള പേരുകൾ ഉണ്ടായിരിക്കും. ഓക്കെ, ടീച്ചർമാരുടെ പേരുകൾ. ഓക്കെ, സിക്സ് വൺ എന്താണ്, room in which each class meets. Room in which each class meets. എന്താണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്? ഓരോ ക്ലാസ്സും കൂടി വരുന്ന മുറി എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ 2 ക്ലാസ്സുകൾ കൂടി വരുന്ന റൂംസുകൾ ഏതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്? ലാംഗ്വേജ് അല്ലെ. ഇപ്പൊ മലയാളം എടുത്തവര് മലയാളം ക്ലാസ്സിലായിരിക്കുള്ളൂ. സാൻസ്ക്രിറ്റ് എടുത്തവരോ സാൻസ്ക്രിറ്റ് സ്റ്റാൻഡേർഡില്, അറബിക്കോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അങ്ങനെ ലാംഗ്വേജ് റിലേറ്റഡ് ആയിട്ട് വരുന്ന ക്ലാസ്സുകള്. അതായത് നിങ്ങൾ അങ്ങനെ പഠിച്ചിട്ടില്ലേ, സാൻസ്ക്രിറ്റ് എടുത്തവര് സാൻസ്ക്രിറ്റിൽ മാത്രമായിരിക്കും പോയിരിക്കുന്നത് അല്ലെ, അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സിൽ നിന്ന് അവര് വേറെ ക്ലാസ്സിലേക്ക് പോകും. മലയാളം പഠിച്ചവര് മലയാളം, ഇപ്പൊ 5B എന്ന ക്ലാസ് മലയാളം മീഡിയം ആണെങ്കിൽ മലയാളം എടുക്കുന്ന ക്ലാസ് ആണെങ്കിൽ അവിടെയാണ് കൂടുതൽ കുട്ടികളുണ്ടെങ്കിൽ ആ ക്ലാസ്സിലായിരിക്കുള്ളൂ മലയാളം, അല്ലെങ്കിൽ അവിടെയാണ് കൂടുതലായിട്ട് മലയാളം നടക്കുന്നത്. അറബിക് ക്ലാസ് എന്താണ്, അറബിക്കിൽ അല്ലെങ്കിൽ സാൻസ്ക്രിറ്റ് പഠിക്കുന്നവർ ആ ഒരു ക്ലാസ്സിലോട്ടായിരിക്കും പോയിരിക്കുന്നത്. കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് ആ ഒരു റൂമിലേക്ക് മാത്രം ചേഞ്ച് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ അത് എല്ലാ ദിവസവും ആയിരിക്കില്ല, ചിലപ്പോൾ 2 ദിവസം, ആഴ്ചയിൽ 2 ദിവസമൊക്കെ ആയിരിക്കില്ല ലാംഗ്വേജ് പീരീഡ്സ് ഒക്കെ വരുന്നത്, അറബിക് സാൻസ്ക്രിറ്റ് പോലുള്ളതൊക്കെ. ഓക്കെ, അതേപോലെ തന്നെ സെക്കൻഡ് ലാംഗ്വേജ് എങ്ങനെയായിരിക്കും? അപ്പോ സെക്കൻഡ് ലാംഗ്വേജ് മലയാളം സെക്കൻഡ് എന്ന് നമ്മൾ പറയില്ലേ, മലയാളം ഫസ്റ്റ് ഉണ്ട്, മലയാളം സെക്കൻഡ് ഉണ്ട്. അത് കോമൺ ആയിട്ടായിരിക്കും എല്ലാവരും പഠിക്കുന്നത്. അതെല്ലാരും ഒരുമിച്ചിരിക്കുക. യെസ്, അത് കോമൺ ആയിരിക്കും ക്ലാസ് കേട്ടോ. അപ്പൊ പല ക്ലാസ്സുകളും കൂടി വരുന്ന റൂംസിനെയാണ്. അപ്പൊ ഏതൊക്കെ ക്ലാസ്സിലാണ് ഈ സംസ്കൃതം ഏത് ക്ലാസ്സിലായിരിക്കും, മലയാളം ഏത് ക്ലാസ്സിലാണെന്നൊക്കെ ഓൾറെഡി നമ്മൾ ആ ടൈം ടേബിളിൽ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. സെവൻത്ത് വൺ എന്താണ്, ഡീറ്റെയിൽസ് റെസ്പെക്ടിങ് ദ റെസസ് പീരീഡ്. ഡീറ്റെയിൽസ് റെസ്പെക്ടിങ് ദ റെസസ് പീരീഡ്. എന്താണ് റെസസ് പീരീഡ് എന്ന് പറയുന്നത്? ബ്രേക്ക് ടൈംസ് ആണോ, ലെഷർ ടൈം ആണോ റെസസ് പീരീഡ്? ഇടവേള സമയത്ത് സംബന്ധിച്ച വിഷയങ്ങളല്ല. റെസസ് പീരീഡ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ എപ്പോഴാണ് കുട്ടികൾക്ക് ഒരു ബ്രേക്ക് ടൈം കൊടുക്കുന്നത്? ഇന്റർവൽ ടൈംസ് ഉണ്ട്, ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്ക് ഉണ്ട് അല്ലെ. ചില സ്കൂളുകളിൽ ഈവനിങ് ടൈമില്
സോറി ചില സ്കൂളിലെല്ലാം ഈവനിങ് ടൈമിൽ നമ്മൾ ഇന്റർവെൽസ് കൊടുക്കാറില്ലേ? ഉണ്ട്. 3 ടൈം ഷെഡ്യൂൾസ് ഉണ്ട്. അതായത് റിഫ്രഷ് ചെയ്യാനായിട്ട് കുട്ടികൾക്ക് 3 ടൈം ഷെഡ്യൂൾ പറയുന്നത്. ഒന്ന് രാവിലത്തെ ഇന്റർവെൽ ടൈം, ഉച്ചക്കത്തെ ലഞ്ച് ടൈം, പിന്നെ എന്താണ് ഈവനിങ്ങിലെ ആ ഒരു ബ്രേക്ക് ടൈം, ഈവനിങ്ങിലെ ഇന്റർവെൽ ടൈം. 3 രീതിയിലാണ് ഡ്രസ്സസ് പീരീഡ്സുകൾ നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ. അപ്പൊ ഇത് നമ്മൾ പഠിച്ച എന്താണ് കണ്ടന്റ് ഓഫ് ടൈം ടേബിൾ ആണ്. എങ്ങനെയൊക്കെയാണ് കണ്ടന്റ്സ് വരുന്നത് പഠിക്കണം കേട്ടോ. 7 പോയിന്റ്സ് പഠിക്കുക. ഫസ്റ്റ് വൺ എന്താ പറയുന്നത്? ഓരോ നമ്മളൊന്ന് ബ്രീഫ് ചെയ്ത് പറയാം. ബിഗിനിങ് ചെയ്യുന്ന എൻഡിങ് ചെയ്യുന്നതിന് കൃത്യമായിട്ടൊരു അതായത് സ്കൂൾ ആരംഭിക്കുന്ന ടൈം മുതൽ എൻഡ് ചെയ്യുന്ന ടൈം വരെയുള്ള കാര്യങ്ങൾ ടൈമില് ആ ടൈം ടേബിൾ അറേഞ്ച് ചെയ്തിരിക്കും. പിന്നെ അതേപോലെ ഓരോ പീരീഡ് സ്റ്റാർട്ട് ചെയ്യുന്നതും എൻഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിന്റെ കറക്റ്റ് ടൈം ഷെഡ്യൂൾ രേഖപ്പെടുത്തിയിരിക്കും. പിന്നെ ഏതൊക്കെ സ്പെസിഫൈഡ് ആയിട്ടുള്ള സബ്ജക്ട്സുകളാണ് ആക്ടിവിറ്റീസ് ആണ് ഓറിയന്റ് ചെയ്ത് വരുന്നത് അതുമായി ബന്ധപ്പെട്ടുള്ള കണ്ടന്റ്സുകൾ ടൈം ടേബിളിൽ ഉണ്ടായിരിക്കും. പിന്നെ ഓരോ ചില ദിവസം എല്ലാ ദിവസങ്ങളും ഉൾപ്പെടുത്താത്ത സബ്ജക്റ്റുകൾ അല്ലെ. അപ്പൊ ചില സബ്ജക്ട്സ് ചില ഡേയ്സിൽ മാത്രമേ ഉൾപ്പെടുന്നുള്ളൂ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറേഞ്ച് ചെയ്തിരിക്കും. പിന്നെ ഓരോ ക്ലാസ്സിലും ഡിവിഷൻ ഏത് സ്റ്റാൻഡേർഡിലാണ് ഏത് ഡിവിഷനിലാണ് ഏതൊക്കെ ടീച്ചേഴ്സ് ഉള്ളത് അവരുടെ പേരുകൾ രേഖപ്പെടുത്തിയിരിക്കും. പിന്നെ ഓരോ ക്ലാസ്സും ഇപ്പൊ ലാംഗ്വേജ് പർപ്പസസിന് വേണ്ടിയിട്ട് മീറ്റ് ചെയ്യുന്ന പർപ്പസസിന് ഓരോ ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. അതിന്റെ ടൈം ടേബിൾസ് ഉണ്ടായിരിക്കും. പിന്നെ കുട്ടികൾക്ക് വേണ്ട റെസസ് പീരീഡ് അല്ലെങ്കിൽ റിഫ്രഷ്മെന്റ് പീരീഡ് എന്ന രീതിയിൽ 3 രീതിയിൽ അതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 3 രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടാവും. രാവിലത്തെ മോർണിംഗ് ഇന്റർവെല്, ലഞ്ച് ഇന്റർവെല്, ഈവനിംഗ് ഇന്റർവെല്, അങ്ങനെ 3 രീതിയിലാണ് റെസസ് പീരീഡുകൾ അറേഞ്ച് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ. കണ്ടന്റ് ഓഫ് ടൈം ടേബിൾ മനസ്സിലായോ? യെസ്. നിങ്ങളിങ്ങനെ തമ്പിടാതെ പറഞ്ഞൂടെ? മനസ്സിലായി മിസ്. നെക്സ്റ്റ് വൺ ടൈപ്സ് ഓഫ് ടൈം ടേബിൾ പഠിക്കാൻ പോവാണ്. 3 ടൈപ്സ് ഓഫ് ടൈം ടേബിൾ ഉണ്ട്. ആദ്യത്തെ ടൈപ്പ് ഏതാണ്? ക്ലാസ് ടൈം ടേബിൾ, ടീച്ചേഴ്സ് ടൈം ടേബിൾ ആൻഡ് മാസ്റ്റർ ടൈം ടേബിൾ. A school should have at least 3 timetables. ഇത് 3 മെയിൻ ആയിട്ട് സ്കൂളിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ടൈം ടേബിൾസ് ആണ് അല്ലെ. ഒന്ന് ക്ലാസ്, ടീച്ചേഴ്സിന് വേണ്ടിയിട്ട്, മാസ്റ്റർ ടൈം ടേബിൾ. അപ്പൊ ഫസ്റ്റ് വൺ നമുക്ക് നോക്കാം. ക്ലാസ് ടൈം ടേബിൾ എന്താണ്? This is meant for the classes. If we show the dissemination of subjects, there should be a general timetable showing class-wise distribution of subjects. Class timetable എന്ന് പറയുന്നത് എന്താണ്? ക്ലാസ് ടൈംടേബിൾ ക്ലാസ്സുകൾക്ക് വേണ്ടിയുള്ളത് അല്ലെ. ഓരോ ക്ലാസ്സിൽ ഏതൊക്കെ സബ്ജക്ട്സുകളാണ് ഓരോ സബ്ജക്ട്സിന് നമ്മൾ എന്താണ് പ്രിപ്പയർ ആയിട്ട് ഒരു ടൈം ഷെഡ്യൂൾ കൊടുത്തിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ ഓരോ ക്ലാസ്സസിന് ഓരോ സബ്ജക്ട് മുഖാന്തരം എന്താണ് നമ്മള് സമയം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ ക്ലാസ് ടൈം ടേബിൾ എന്ന് പറയുന്നത്. ഓരോ ക്ലാസ്സിന് സ്പെസിഫിക് ആയിട്ടുള്ള ടൈം ടേബിൾസ്, ഓരോ ഈച്ച് ക്ലാസ്സിന് എന്താണ് ഒരു സ്പെസിഫിക് ടൈം ടേബിൾ ഉണ്ടായിരിക്കുന്നതാണ്. ദാറ്റ് ഈസ് ക്ലാസ് ടൈം ടേബിൾ. ക്ലിയർ? മനസ്സിലായോ? യെസ് മിസ്. Next, എളുപ്പമാണ് അല്ലെ. ടീച്ചേഴ്സ് ടൈം ടേബിൾ. Every teacher should have a copy of this timetable for his work. This timetable will show the class in which he is to teach in a specific period. A consolidated teacher's timetable should be available with the headmaster. നിങ്ങൾക്ക് സ്കൂളിൽ പോയപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് ഒരു ടൈം ടേബിൾ ഉണ്ടായിരുന്നു അല്ലെ? അല്ലെ ഗോപിക? ഫസ്റ്റ് പീരീഡ് എന്തായിരുന്നു? ഫസ്റ്റ് പീരീഡ് ഇംഗ്ലീഷ് ആയിരുന്നു. ഇംഗ്ലീഷ്. സെക്കൻഡ് മലയാളം. അത് കഴിയുമ്പോൾ അവർക്ക് ഇന്റർവെൽ ആവും, സ്നാക്ക് ടൈം. അത് കഴിഞ്ഞാണ് മാത്സ് പഠിപ്പിക്കാൻ. മാത്സ് കഴിഞ്ഞ് നമുക്ക് ലഞ്ച് ബ്രേക്ക് ആണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉച്ചയ്ക്ക് ശേഷം ആക്ടിവിറ്റീസ് ആണ് അവർക്ക്. അങ്ങനെയായിരുന്നു എന്റെ ടൈം ടേബിൾ എടുക്കുന്നത്. അങ്ങനെ തന്നെയാണ് മിസ്. അതായത് അവർക്ക് ഉച്ചയ്ക്കുള്ളിൽ നമ്മൾ തീർക്കണം. ഇംഗ്ലീഷ് ഏത് പോർഷനാണ് കൊടുക്കണം അത് ഫുള്ള് തീർക്കണം. A to Z, ക്യാപിറ്റൽ ലെറ്റർ, സ്മോൾ ലെറ്റർ ഫുള്ള്, അത് വെച്ചുള്ള വേർഡ്സ്. ഇംഗ്ലീഷ്, മലയാളം, മാത്സ്. അതെ, ഇംഗ്ലീഷ്, മലയാളം, മാത്സ് അങ്ങനെയാണ്. പിന്നെ ക്രാഫ്റ്റ് വർക്ക്, ഡ്രോയിങ്, ആഫ്റ്റർനൂൺ ടൈം. അതെല്ലാ ദിവസവും ഇല്ലല്ലോ, ഇടവിട്ട ദിവസങ്ങളിലല്ലേ ഡ്രോയിങ്സ് ഒക്കെ. ഡ്രോയിങ്സ് കംപ്ലീറ്റഡ് ആവാത്തത് കൊണ്ട് അവർക്ക് ഉച്ച സമയത്ത് നമ്മൾ കൊടുക്കും കളറിങ് ചെയ്യാനായിട്ട്. അവിടെ ഡ്രോയിങ് ഇടവിട്ടാണ് മാം. പിന്നെ ഞാൻ പഠിപ്പിക്കുന്ന റൈംസ് ഉണ്ടാവും, പിന്നെ സ്റ്റോറി ഉണ്ടാവും അതിന്റെ ഇടയ്ക്ക്. അപ്പൊ ഞാൻ എനിക്ക് അവർ തന്നിട്ടുണ്ട്. ഉച്ചയ്ക്ക് ശേഷമുള്ള ടൈം എനിക്കായിട്ട് തന്നെ അവർ തന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് എന്റെ കാര്യങ്ങളെല്ലാം നമുക്ക് അവിടെ ചെയ്യാൻ പറ്റി. ടീച്ചേഴ്സ് ടൈം ടേബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്?
എന്താണ് ടീച്ചേഴ്സ് ടൈം ടേബിൾ എന്ന് പറയുന്നത്? ഓരോ ടീച്ചേഴ്സിന് അവരുടെ ടീച്ചേഴ്സിന്റെ ആ ഒരു പീരീഡ് പർട്ടിക്കുലർ പീരീഡിനുള്ള ടൈം ടേബിള്. ഓരോ ടീച്ചേഴ്സിന്റെ അതായത് അവരുടെ കയ്യിലുണ്ടായിരിക്കും ഓരോ ഈച്ച് കോപ്പീസ് എന്താണ് ഓരോ ടീച്ചേഴ്സിന്റെ കയ്യിലുള്ളത്, ഏതൊക്കെ ക്ലാസ്സിലാണ് ഏതൊക്കെ സമയത്താണ് പീരീഡ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഓരോ ടീച്ചേഴ്സിന് എന്താണ് അവരുടേതായിട്ടുള്ള വേറെ ടൈം ടേബിൾസ് ഉണ്ടായിരിക്കും. ഓക്കെ, ഇതെല്ലാം ഈ ടീച്ചേഴ്സിന്റെ മൊത്തം ടൈം ടേബിൾസും ആരുടെ കയ്യിലായിരിക്കും സുരക്ഷിതമായിരിക്കുന്നത്? അവൈലബിൾ ആയിരിക്കുന്ന ആരുടെ കയ്യിലാണ്? ഹെഡ് മാസ്റ്റർ ഉള്ളായിരിക്കും അല്ലെ? അപ്പൊ അതായത് ഏതൊക്കെ ടീച്ചർ ഏതൊക്കെ ക്ലാസ്സിലാണെന്ന് വ്യക്തമായിട്ട് അറിയണമെങ്കിൽ ഓൾറെഡി ആരുടെ കയ്യിലുണ്ടായിരിക്കണം? ഹെഡ് മാസ്റ്ററുടെ കയ്യിലുണ്ടായിരിക്കണം. ഇപ്പൊ നമ്മൾ ഒബ്സർവേഷനിലേക്ക് ഭാഗമായിട്ട് ഇപ്പം ഹെഡ് മാസ്റ്റർ അറിയാൻ പറ്റും, പ്രിൻസിപ്പളിന് അറിയാൻ പറ്റും ഇന്ന ടീച്ചർ ഏത് ക്ലാസ്സിലാണുള്ളത്. ഓക്കെ, കൃത്യമായിട്ട് ഇപ്പൊ എന്തെങ്കിലും തരത്തിലുള്ള മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ടീച്ചേഴ്സിനെ അന്വേഷിച്ചു വരുന്ന സമയം അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും ക്ലാസ്സിൽ ഒഴിവൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ ആ ക്ലാസ്സിൽ ചിലപ്പോൾ ഒരു ആരും ഇല്ലാതെ ടീച്ചേഴ്സ് ഇല്ലാതിരിക്കുന്നത് സാറിന് നോക്കി കഴിഞ്ഞാൽ എന്തറിയാൻ പറ്റും? ഏത് ടീച്ചർ ഏത് ക്ലാസ്സിലാണെന്നുള്ളത് അല്ലെ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ ഒരു മൊത്തം എല്ലാ ടീച്ചേഴ്സിന്റെ ടൈം ടേബിൾ ആരുടെ കയ്യിലുണ്ടായിരിക്കും? പ്രിൻസിപ്പളുടെ കയ്യിലുണ്ടായിരിക്കും കേട്ടോ. ഒന്നില്ലെങ്കിൽ അവരുടെ ടേബിളിന് തൊട്ട് മുന്നിൽ തന്നെ ചില്ലൊക്കെ ഉണ്ടെങ്കിൽ ചില്ലിന്റെ അടിയിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും ടേബിള്. കണ്ടിട്ടുണ്ടോ നിങ്ങള്? സ്റ്റാഫ് റൂമിനകത്ത് ഒരു ചില്ലുണ്ടാവില്ല ടേബിള്. പ്രിൻസിപ്പളുടെ ടേബിളിന്റെ അകത്തൊരു ചില്ല് പോലെ ആയിരിക്കും, ആ ചില്ലിനകത്തായിട്ട് ഇത് വെച്ചിട്ടുണ്ടായിരിക്കും. മിക്കവാറും അങ്ങനെ സൂക്ഷിക്കുന്നത്. പ്രിൻസിപ്പളൊക്കെ എങ്ങനെയായിരിക്കും കേട്ടോ. കാണാത്തവരുണ്ടെങ്കിലും പോകുമ്പോൾ ചെക്ക് ചെയ്തോളൂ, കാണാം. That is teacher's timetable. Next one എന്താണ്? മാസ്റ്റർ ടൈം ടേബിൾ. ഇത് എന്തിനു വേണ്ടിയിട്ടാ മാസ്റ്റർ ടൈം ടേബിള്? മാസ്റ്റർ ടൈം ടേബിൾ എന്തിനു വേണ്ടിയിട്ടാ? ആർക്കാണ്? മാസ്റ്റർ ടൈം ടേബിള് ഹോൾ സ്കൂളിന് വേണ്ടിയിട്ടാണ് അല്ലെ? This is the consolidated timetable for the whole school. This will give a complete picture of a work of a school. It should be available with the headmaster. It will be him who teaches a particular class in a given period and what subject teachers. From this, headmaster can know whether a teacher is having leisure or work at a particular point of time or to above, it is better to prepare and maintain different timetables such as. Okay, അപ്പൊ എന്താണ് മാസ്റ്റർ ടൈം ടേബിൾ എന്ന് പറയുന്നത്? സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഹോൾ ആയിട്ടുള്ള ആക്ടിവിറ്റീസിനെ സംബന്ധിച്ചിടത്തോളം ടൈം ടേബിൾസ് ആണ്. അതിലെല്ലാം പെടും, പറഞ്ഞ എല്ലാ കാര്യങ്ങളും അതിൽ ഉൾപ്പെടും. ഇത് അവൈലബിൾ ആയിരിക്കും ആരുടെ കയ്യിലായിരിക്കുള്ളൂ? മാസ്റ്റർ ടൈം ടേബിള് കയ്യിലായിരിക്കുള്ളൂ ഹെഡ് മാസ്റ്റർ. അപ്പൊ ഏതൊക്കെ ടീച്ചേഴ്സ് ഏതൊക്കെ സബ്ജക്ട്സ് ആണ് എടുക്കുന്നത്, ഏതൊക്കെ ക്ലാസ് റൂമിലാണുള്ളത് എന്നൊക്കെ വ്യക്തമായിട്ട് ആ ഒരു ടൈം ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. പിന്നെ ഏതൊക്കെ ടീച്ചേഴ്സിന് ലെഷർ ടൈമുകൾ ഉണ്ട്? ഇപ്പൊ നമുക്ക് എല്ലാവർക്കും എല്ലാ പീരീഡ് ക്ലാസ് ഉണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്? എല്ലാ പീരീഡും ക്ലാസ് ഉണ്ടാവും നമുക്ക്? ഇല്ല, ഒരു ലെഷർ ടൈം ഉണ്ടായിരിക്കും അല്ലെ? ഇപ്പൊ ഏതൊക്കെ ടീച്ചേഴ്സിന് എപ്പോഴേക്കാണ് ലെഷർ ടൈം അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ എന്തിലുണ്ടായിരിക്കും? ഒരു മാസ്റ്റർ ടൈം ടേബിളിനകത്ത് ഉണ്ടായിരിക്കും. ദെൻ സ്കൂൾ റിലേറ്റ് ചെയ്ത് വരുന്ന എല്ലാ ആക്ടിവിറ്റീസും ആ ഒരു ഹോൾ മാസ്റ്റർ ടൈം ടേബിളിനകത്താണ് ഉൾപ്പെടുന്നത് കേട്ടോ. ഇപ്പറഞ്ഞ പ്രകാരം നമ്മൾ ടൈം ടേബിൾസിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് താഴെ പറഞ്ഞിരിക്കുന്ന രീതിയിലാണ്. ഏതൊക്കെയാണ്? ടീച്ചർ ലെഷർ ടൈം ടേബിൾ, ആക്ടിവിറ്റീസ് ടൈം ടേബിൾ, റൂം ടൈം ടേബിൾ, ഹോംവർക്ക് ടൈം ടേബിൾ. ഓക്കെ, അതായത് ഈ പറഞ്ഞ മാസ്റ്റർ ടൈം ടേബിളിന്റെ ഭാഗമായിട്ട് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഈ പറഞ്ഞ രീതിയിലാണ്. ഏതൊക്കെയാണ്? ടീച്ചേഴ്സ് ലെഷർ ടൈം ടേബിൾ, അതായത് ടീച്ചേഴ്സ് ലെഷർ ടൈം എന്ന് പറയുമ്പോൾ എന്താണ്? ടീച്ചേഴ്സിന്റെ റെസ്റ്റ് പീരീഡ് ആണ് അല്ലെ? എല്ലാ പീരീഡ് ഉണ്ടാവില്ല, നമുക്ക് ഏതെങ്കിലും ഒരു റെസ്റ്റ് പീരീഡ് ഉണ്ടായിരിക്കും. അത് ഏതൊക്കെ പീരീഡ് ആണ് അറേഞ്ച് ചെയ്യണമെന്നായിരിക്കും. ഇപ്പൊ രാവിലെ ഒരു 4 ക്ലാസ് രാവിലെ ഉണ്ടായിരുന്നു, ചിലപ്പോ ഉച്ചയ്ക്ക് ശേഷം ഫസ്റ്റ് പീരീഡ് ചിലപ്പോൾ എന്താണ് ക്ലാസ് ഉണ്ടാവില്ല, സെക്കൻഡ് പീരീഡ് ആയിരിക്കും. അങ്ങനെ ഓരോ ദിവസം ഏതെങ്കിലും ഒരു പീരീഡ് മാത്രമേ കട്ട് ചെയ്യുള്ളൂ കേട്ടോ. ചിലപ്പോ എല്ലാ ദിവസവും ചില ദിവസങ്ങളിൽ എന്താണ് ഫുൾ ഡേ ക്ലാസ് ഉണ്ടായതായിരിക്കും. ചിലപ്പോൾ എന്തെങ്കിലും ടീച്ചേഴ്സ് ലീവ് ആണെങ്കിൽ നമ്മൾ ആ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന രീതിയിൽ ക്ലാസ് എടുക്കേണ്ടത്. ലെഷർ ടൈം ശരിക്കും പറഞ്ഞ ടീച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം 1 or 2 മാത്രമേ കിട്ടുള്ളൂ. ഓക്കെ, മനസ്സിലായോ? അപ്പൊ അത് ഏതൊക്കെ ടീച്ചറിന് എപ്പോഴാണ് ഏതൊക്കെ സമയത്താണെന്നുള്ളത് ആ ടൈം ടേബിളിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. യെസ്, നെക്സ്റ്റ് വൺ എന്താണ്? ആക്ടിവിറ്റീസ് ടൈം ടേബിൾ. ആക്ടിവിറ്റീസ് ടൈം ടേബിൾ ഇത് എന്താ റിലേറ്റഡ് ആയതാണ് വരുന്നത്? ആക്ടിവിറ്റീസ് ടൈം ടേബിള് എന്താ റിലേറ്റ് ചെയ്താണ് വരുന്നത്? ഇതൊക്കെ ആക്ടിവിറ്റീസ് ആണല്ലേ, സ്കൂൾ ആക്ടിവിറ്റീസ് അല്ലെ? സ്കൂളിൽ റിലേറ്റ് ചെയ്ത് വരുന്ന ആക്ടിവിറ്റീസ് ഇതിലെല്ലാം ഉൾപ്പെടും കേട്ടോ. മാസ്റ്റർ ടൈം ടേബിൾ അകത്ത് വരുമ്പോൾ എന്താണ്? ഇതെല്ലാം തന്നെ ഉൾപ്പെടും. ഇതൊക്കെ ആക്ടിവിറ്റീസ് ആണ്. കുട്ടികളുടെ ഉണ്ടാവും അല്ലെങ്കിൽ മറ്റ് സ്കൂൾ പ്രോഗ്രാംസ് റിലേറ്റ് ചെയ്ത് വരുന്ന എല്ലാ ആക്ടിവിറ്റീസും നമ്മൾ എന്താണ് ഈ ഒരു അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, റൂം ടൈം ടേബിൾ. എന്താണ് റൂം ടൈം ടേബിൾ എന്ന് പറയുന്നത്? റൂം ടൈം ടേബിൾ
എന്തായിരിക്കും അത്? ക്ലാസ് റൂമിലുള്ള ടൈം ടേബിൾ. ക്ലാസ് റൂം ടൈം ടേബിൾ ആണോ? ഇതായിരിക്കും. എന്ത് റൂം ആയിരിക്കും ഇവിടെ ഉദ്ദേശിക്കുന്നത്? റൂം ടൈം ടേബിൾ എന്ന് പറയുമ്പോ സ്റ്റാഫ് റൂം. സ്റ്റാഫ് റൂം ആണെങ്കിൽ സ്റ്റാഫ് റൂം ടൈം ടേബിൾ നമ്മൾ എഴുതൂലേ? എന്തായിരിക്കും അത്? ലാബും മറ്റും കാര്യങ്ങളാണ് കമ്പ്യൂട്ടർ ലാബ്, കമ്പ്യൂട്ടർ ലാബ്. അതാണ് ഉദ്ദേശിക്കുന്നത്. കമ്പ്യൂട്ടർ ലാബ്സുകൾ ഉണ്ടാവും. ലാബുകൾ എപ്പോഴും ഓരോ ക്ലാസ്സിനും ഡിഫറെന്റ് ടൈംസിലായിരിക്കും അറേഞ്ച് ചെയ്യുന്നത് അല്ലെ. അതായത് ഇപ്പോ 1 വീക്ക് രാവിലെ ഫസ്റ്റ് പീരീഡ് ആയിരിക്കാം. പിന്നെ അങ്ങനെ നമ്മൾ എന്താണ് അതുപോലെ തന്നെ 1B 1C എന്നൊക്കെ പറഞ്ഞാൽ ക്ലാസ് ഡിവിഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലെ. അപ്പൊ ഓരോ സ്റ്റാൻഡേർഡിനനുസരിച്ച് എന്താണ് ഓരോ ക്ലാസ്സിനനുസരിച്ച് സ്പെസിഫിക് ടൈമിലായിരിക്കും നമ്മുടെ കമ്പ്യൂട്ടർ ക്ലാസ്സുകൾ അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും ആക്ടിവിറ്റി റിലേറ്റ് ചെയ്ത് വരുന്ന ക്ലാസ്സുകളൊക്കെ അറേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, അത് ഇന്ന പീരീഡ് ആയിരിക്കും. ഇപ്പൊ 1ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഈ ഇപ്പൊ മൺഡേ സെക്കൻഡ് പീരീഡ് ആയിരിക്കും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ 2ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് എന്താണ് ട്യൂസ്ഡേ ഉച്ചയ്ക്ക് ശേഷം ഫസ്റ്റ് പീരീഡ് ആയിരിക്കും. അങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കും നമ്മൾ ആ ബോക്സുകൾ. ഓക്കെ, എന്നാലത് കമ്പ്യൂട്ടർ ക്ലാസ്സസ് മാത്രമല്ല മറ്റ് റിലേറ്റ് ചെയ്ത് വരുന്ന എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഒക്കെ കൊടുക്കുന്ന ക്രാഫ്റ്റ് ഒക്കെ കൊടുക്കുന്ന ക്ലാസ്സുകളൊക്കെ ഉണ്ടെങ്കിൽ അതും എന്താണ് അങ്ങനെ അറേഞ്ച് ചെയ്യാറുണ്ട്. ചില കിൻഡർ ഗാർഡൻസിനെ സംബന്ധിച്ചിടത്തോളം ചില പ്ലേ ക്ലാസ് റൂംസ് സെപ്പറേറ്റ് ആയിട്ടൊക്കെ ഉണ്ടാവും. ചില സ്കൂളില്ല. അങ്ങനെയുള്ളവർക്ക് അവർക്ക് ഓരോ ക്ലാസ്സിനും ഓരോ ടൈം ടേബിൾ ഉണ്ടായിരിക്കും. ആ ഇന്ന സമയത്ത് മാത്രമായിരിക്കും അവർക്ക് ആ റൂംസിൽ അറേഞ്ച് ചെയ്യുന്നത് അവർക്ക് പഠിക്കാനും കളിക്കാനൊക്കെ. അതാണ് ഫുൾ ടൈം ടേബിൾ. അപ്പൊ ഏതൊക്കെ ക്ലാസ് എപ്പോഴാണ് എന്നുള്ളതാണ് അത് ഇതുപോലെ കമ്പ്യൂട്ടർ ആണെങ്കിലും മറ്റ് ആക്ടിവിറ്റീസ് റിലേറ്റഡ് ആയിട്ട് ക്ലാസ് ആണെങ്കിലും അത് ഏത് സമയത്താണ് അതായത് വീക്കിലെ ഏത് ദിവസം ഏത് ഡേയിലാണ് ഏത് പീരീഡിലാണെന്നുള്ളതൊക്കെ അവർ ടൈം ടേബിൾ ആയിരിക്കും അറേഞ്ച് ചെയ്തിരിക്കുക കേട്ടോ. നെക്സ്റ്റ് വൺ ഹോംവർക്ക് ടൈം ടേബിൾ. ഹോംവർക്ക് ടൈം ടേബിൾ ഇത് ആർക്കുള്ളതാണ്? കുട്ടികൾക്കാണോ ടീച്ചർക്കാണോ? ഹോംവർക്ക് ടൈം ടേബിൾ എനിക്കാണ് കുട്ടികൾക്ക് ആണോ? ടീച്ചേഴ്സിനല്ലേ? ടീച്ചേഴ്സിനും ടീച്ചേഴ്സിനാണോ? ടീച്ചർ എന്ത് ഹോംവർക്ക് ഹോംവർക്ക് എന്തൊക്കെ കൊടുക്കണം എന്നുള്ളൊരു ടൈം ടേബിള് അല്ലേ? ആണോ? അല്ലെങ്കിൽ പറയൂ, സ്കൂളിൽ പോയപ്പോ പറയൂ ബാക്കിയുള്ളവരെ ടീച്ചർ പറഞ്ഞു ടീച്ചറിനാണ്. ഗോപിക എന്ത് പറയുന്നു? എന്തൊക്കെ ഹോംവർക്ക് കൊടുക്കണം എന്നുള്ളൊരു ടൈം ടേബിള് ടീച്ചേഴ്സിന്റെ. നമ്മുടെ കുട്ടികൾക്ക് ഹോംവർക്ക് കൊടുക്കാറുണ്ട്. പക്ഷെ നമ്മള് പഠിച്ചിട്ട് നമ്മള് വീട്ടിൽ ചെന്നിരുന്ന് നന്നായിട്ട് പഠിച്ചിട്ട് വരുന്നതാണല്ലോ പിള്ളേരെയും പഠിപ്പിക്കുന്നത്. അതിനെയാണോന്ന് അറിയത്തില്ല. വീട്ടിൽ പോയി പഠിക്കുന്നത് ഹോംവർക്ക് ആണോ ഗോപിക ചെയ്തത്? അല്ല, കുഞ്ഞുങ്ങൾക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ അത് നമ്മൾ preparing അല്ലേ? HW കൊടുക്കുക. HW എന്ന് പറഞ്ഞാണ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത്. അപ്പൊ അതാണ് നിങ്ങളൊന്ന് ആലോചിക്കുന്നത് നമ്മൾ സ്കൂളിൽ ഇങ്ങനെ ഹോംവർക്കിന് വേണ്ടിയിട്ട് അങ്ങനെ ടൈം ടേബിള് കുട്ടികൾക്ക് അങ്ങനെ ഉണ്ടെന്ന് അറിയാമോ? ഇതുവരെ നിങ്ങളുടെ കോമൺ സെൻസ് വെച്ചൊന്ന് ആലോചിക്കും. അങ്ങനെ നമ്മള് അറിയത്തില്ല എനിക്ക്. അതാണ് ഞാൻ ടീച്ചേഴ്സിനുള്ളതാണ് കേട്ടോ. ഹോംവർക്ക് ടൈം ടേബിൾ ഉദ്ദേശിക്കുന്നത് ടീച്ചേഴ്സിന്റെ ആണ് കേട്ടോ. ഓക്കെ മീൻസ് ആ ഹോംവർക്ക്സ് അല്ല നമ്മളോട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സ്കൂൾ റിലേറ്റഡ് ആയിട്ട് വരുന്ന വർക്ക്സുകൾ ഉണ്ടാവും നമുക്ക്. നിങ്ങൾ ഓഫീസ് മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ പ്ലാനിംഗ് ഒക്കെ പഠിച്ചല്ലേ? ആ ചാപ്റ്റേഴ്സ് ഒക്കെ ഫസ്റ്റ് അശ്വിനി എടുത്തിട്ടുണ്ടാവുമല്ലോ. സ്കൂൾ മാനേജ്മെന്റ്, ഇൻസ്റ്റിറ്റ്യൂഷൻ പ്ലാനിംഗ്, ഓഫീസ് മാനേജ്മെന്റ് ഒക്കെ പഠിച്ചല്ലേ? എവിടെ ആർക്കും ഓർമ്മയുണ്ട്? ഡ്യൂട്ടീസ് ആണോ ഉള്ളത്? ടീച്ചേഴ്സിന് ക്ലാസ് ഡ്യൂട്ടി മാത്രമാണോ ഉള്ളത്? ഓഫീസ് ഡ്യൂട്ടി ഉണ്ട്. ഓഫീസ് ഡ്യൂട്ടി ഉണ്ട്. അപ്പൊ അത് റിലേറ്റ് ചെയ്ത് വരുന്ന വർക്കുകൾ ഉണ്ടാവും. അതായത് ടീച്ചേഴ്സിന്റെ ആക്ടിവിറ്റി ഓറിയന്റഡ് ഹോംവർക്ക് ടൈം ടേബിൾ എന്ന് ഉദ്ദേശിക്കുന്നത് അതായത് ടീച്ചേഴ്സിന് ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പൊ നമ്മൾ പല ടൈപ്സ് ഓഫ് ഫീസ് കളക്ഷൻസിന്റെ ആക്ടിവിറ്റീസ് ആയിരിക്കും. ഇപ്പൊ യൂണിഫോം ഫീസ് ഉണ്ടാവാം, ടൂർ ഫീസ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പൊ ഏതെങ്കിലും ക്ലാസ്സസ് റിലേറ്റ് ചെയ്ത് വരുന്ന പ്രോഗ്രാംസുകളോ ടൂറോ എങ്ങനെയൊക്കെ എന്തെങ്കിലും വിചാരിച്ചു. പിന്നെ അല്ലെങ്കിൽ സ്കൂളിൽ എന്തെങ്കിലും പ്രോഗ്രാംസുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റീസുകൾ ഉണ്ടാവും. അപ്പൊ അതിന്റെ വർക്ക്സ് അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ എന്താണ് ടീച്ചർ തലേ ദിവസം പ്രിപ്പയർ ആയത് കാര്യം ചിലപ്പോൾ നമ്മുടെ പ്രിൻസിപ്പൾ ആയിരിക്കും ഓർഡർ ചെയ്യുന്നത് അല്ലെ? ഇന്ന കാര്യങ്ങൾ നിങ്ങളത് നാളെ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവരാം. പക്ഷെ PPT ആയിരിക്കാം അല്ലെ, പവർ പോയിന്റ് പ്രസന്റേഷൻസ് ആയിരിക്കാം. അങ്ങനെ എന്ത് റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ചിലപ്പോൾ എന്തിലാണ് ഉൾപ്പെടുന്നത്? ഈ ഹോംവർക്ക് ടൈം ടേബിൾസ് ഒക്കെ ടീച്ചേഴ്സിന് വേണ്ടിയുള്ളതാണ്.
കേട്ടോ. അപ്പൊ ഓരോ ദിവസം ഓരോ ടീച്ചേഴ്സിനൊക്കെ ആയിരിക്കും കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഇന്ന ക്ലാസ്സിൽ 2-3 ടീച്ചേഴ്സിന് ഒരുമിച്ച് അങ്ങനെയൊക്കെ ആയിരിക്കും. അതിപ്പോ ഓരോ സ്കൂളിലും വ്യത്യസ്ത രീതിയിലാണ് ഇത് കൊടുക്കുന്നത്. ചില സ്കൂളിൽ ഉണ്ടാവുകയും കൂടി ഉണ്ടാവില്ല ഇപ്പൊ കേട്ടോ. അത് അവരവരുടെ സ്കൂളിൽ തന്നെ ആരെയും ചിലപ്പോൾ ചെയ്ത് തീർക്കുന്നത്, അങ്ങനെ ചെയ്യാറുണ്ട്. എന്നിരുന്നാൽ പോലെ ഹോംവർക്ക് ടൈം ടേബിൾസ് മാസ്റ്റർ ടൈം ടേബിളിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഒരു ഭാഗമാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ 3 ടൈപ്സ് ഓഫ് ടൈം ടേബിൾ ആണ് പഠിച്ചത്. ക്ലാസ് ടൈം ടേബിൾ, ടീച്ചേഴ്സ് ടൈം ടേബിൾ ആൻഡ് മാസ്റ്റർ ടൈം ടേബിൾ. ക്ലാസ് ടൈം ടേബിൾ എന്ന് പറയുന്നത് ഓരോ ഈച്ച് ക്ലാസ്സിന് വേണ്ടിയിട്ടുള്ള ഓരോ സബ്ജക്ട്സ് അറേഞ്ച് ചെയ്തിരിക്കുന്ന ടൈം ടേബിൾ ആണ്. നെക്സ്റ്റ് ടീച്ചേഴ്സ് ടൈം ടേബിൾ എന്ന് വെച്ചാൽ എന്താണ്, ടീച്ചേഴ്സിന്റെ അല്ലെ അവരുടെ ഏത് സബ്ജക്ട്സ് ആണ് അവർ ഹാൻഡിൽ ചെയ്യുന്നത്, ഏതൊക്കെ ക്ലാസ്സിലാണ്, ഏതൊക്കെ സ്പെസിഫിക് പീരീഡിലാണ് എന്നുള്ളതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ടീച്ചേഴ്സ് ടൈം ടേബിളിൽ ഇരിക്കുന്നത്. ഈ ടീച്ചേഴ്സിന്റെ ടൈം ടേബിൾ ഓൾറെഡി ഹെഡ് മാസ്റ്റർ കയ്യിൽ അത് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, മാസ്റ്റർ ടൈം ടേബിൾ എന്ന് പറയുന്നത് എന്താണ്, സ്കൂളിന്റെ ഹോൾ ടൈം ടേബിൾ ആണ് അല്ലെ. സ്കൂളിലെ എല്ലാ ആക്ടിവിറ്റീസും ഉൾപ്പെടുന്ന ഒരു മൊത്തം പിക്ചർ അടങ്ങിയ ഒന്നാണ് സ്കൂൾ ടൈം ടേബിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ വ്യക്തമായിട്ട് ഹെഡ് മാസ്റ്റർ നോക്കി കഴിഞ്ഞാൽ എന്താണ്, ഏതൊക്കെ ടീച്ചേഴ്സ് എവിടെയൊക്കെയാണ് ക്ലാസ് എടുക്കുന്നത്, ആർക്കൊക്കെയാണ് എവിടെയൊക്കെയാണ് ലെഷർ ടൈം ഉള്ളത്, ആരൊക്കെയാണ് ഫ്രീ ആയിട്ട് ഇരിക്കുന്നത്, അങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്തിട്ടാണ് നമ്മൾ ഫ്രീ പീരീഡ് ഒക്കെ അല്ലെങ്കിൽ ടീച്ചേഴ്സ് ഒക്കെ ഇല്ലാതിരിക്കുന്ന സമയത്ത് സബ്സ്റ്റിറ്റ്യൂഷനെ കൊടുക്കുന്നത്. ഇങ്ങനെ ലെഷർ ടൈം ഒക്കെ നോക്കി ക്ലാസ് ഇല്ലാതിരിക്കുന്ന ടീച്ചേഴ്സ് ഉണ്ടാക്കി അങ്ങനെയുള്ളവർക്ക് കിട്ടുന്നതൊക്കെ ഇതൊക്കെ നോക്കിയിട്ടാണ് കേട്ടോ. ഇതിനെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന മറ്റ് ടൈം ടേബിൾസ് ഏതൊക്കെയാണ്, ടീച്ചേഴ്സ് ലെഷർ ടൈം, ബിഡ് ടൈം വരുന്നുണ്ട്, ആക്ടിവിറ്റീസ് ടൈം ടേബിൾ ഉണ്ട്, റൂം ടൈം ടേബിൾ ഉണ്ട്, ഹോംവർക്ക് ടൈം ടേബിൾ ഉണ്ട്. ഓക്കെ, എളുപ്പമല്ലേ അത്? നെക്സ്റ്റ് വൺ, റൈറ്റിംഗ് ആൻ ആപ്ലിക്കേഷൻ ഫോർ എ ജോബ്. എല്ലാവർക്കും ഇത് എഴുതാൻ അറിയാമല്ലോ, അറിയാത്തവരുണ്ടോ അല്ലെ? എന്തായാലും ഇന്ന് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു ഭാഗമാണ് അല്ലെ. ആരുടെയും ചോദിച്ചു കാണാപ്പാടും എന്താ പറയാ, ആരോടും ചോദിച്ചു നടക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവരുത്. എനിക്കൊരു ആപ്ലിക്കേഷൻ എഴുതി തരൂ എന്ന് ആരോടും ചോദിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടാവാതിരിക്കും. ഇതങ്ങ് പഠിച്ചിട്ട് നോക്കുള്ളൂ കേട്ടോ. റൈറ്റ് ആൻ ആപ്ലിക്കേഷൻ ഫോർ എ ജോബ്. എന്ത് ജോബാണ് നിങ്ങൾക്ക് വേണ്ടത്? നിങ്ങൾ ടീച്ചർ പോസ്റ്റ് ആണ് അല്ലെ? അപ്പൊ അതിന്റെ ഫോർമാറ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു നോർമൽ ഫോർമാറ്റ്, നോർമൽ ആപ്ലിക്കേഷൻസിന് ഒരു റൈറ്റിംഗ് ഫോർമാറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ട് അതില്? നെയിം, അഡ്രസ്, എവിടെയാണ്, ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണോ നമ്മൾ കൊടുക്കുന്നത് അതിന്റെ പേരുണ്ടായിരിക്കണം, അവരുടെ അഡ്രസ്. പിന്നെ സബ്ജക്ട്, മെയിൻ സബ്ജക്ട് എന്താണ് ഇതിന്റെ? ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് എ ടീച്ചർ. ഓക്കെ, നിങ്ങൾ പോസ്റ്റ് മാറുകയാണെങ്കിൽ ടീച്ചർ എന്നുള്ള ഭാഗം വെട്ടിയിട്ട് വേറെ എന്തെങ്കിലും കൊടുക്കുക കേട്ടോ. നിങ്ങൾ പോസ്റ്റ് മാറുകയാണ് ജോലിക്ക് കയറുന്നതെങ്കിൽ കേട്ടോ. വേറെ ചിന്തയിൽ പോകണമെങ്കിൽ എന്തിനു വേണമെങ്കിലും ഉപകാരപ്പെടുമെന്നാണ് പറഞ്ഞത്. ഓക്കെ, സബ്ജക്ട് എന്താണ്? ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് എ ടീച്ചർ ആണ്. Then അതിന്റെ മാറ്റർ എങ്ങനെ എഴുതുന്നത്? റെസ്പെക്റ്റഡ് സർ ആൻഡ് മാഡം, ഐ കെയിം ടു നോ ദാറ്റ് there is a, അവിടെ എന്തോ വന്ന് കിടക്കാണ് കേട്ടോ. there is a vacancy എന്നാണോ കിടക്കുന്നത്? അതെ മാം. I came to know that there is a vacancy for the teacher's post. I apply myself for the same. My biodata is over the leaf. Being considered for the post, I will send the post. I will send sincere and result-oriented hard work for the development of your school. Thank you. Your faithfully, signature, date, place. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. ഒരു ആപ്ലിക്കേഷൻ ജോബിന്റെ ഒരു റൈറ്റിംഗ് ഫോർമാറ്റ് ആണ്. ഇതാണ് അതിന്റെ മെയിൻ ഫോർമാറ്റ്. അപ്പൊ ഇതൊന്ന് നിങ്ങളൊന്ന് ബൈഹാർട്ട് ചെയ്ത് പഠിച്ചു വെക്കുക. നെക്സ്റ്റ് വേണമെങ്കിൽ കുഴപ്പമില്ല. എന്നിരുന്നാൽ പോലും എവിടെയെങ്കിലൊക്കെ പോകുമ്പോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണുമ്പോൾ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കണമെങ്കിൽ ഇപ്പൊ അവിടെ നിന്ന് നമുക്ക് ബൈഹാർട്ടൊക്കെ പഠിച്ചു വെച്ചാൽ എന്താണ്, അത്യാവശ്യം നമുക്ക് അത് എഴുതി കൊടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, നമുക്ക് ഗൂഗിളൊക്കെ നോക്കിയാൽ സിമ്പിൾ ആയിട്ട് കിട്ടും. എന്നിരുന്നാൽ പോലും സ്വന്തമായിട്ട് എഴുതാന്ന് അറിയാൻ പറയുന്നത് ഏറ്റവും നല്ല കാര്യം അല്ലെ. മറ്റുള്ളവരെ നോക്കി എഴുതാനും നല്ലത് സ്വന്തമായിട്ട് എഴുതാന്ന് പറയുന്നത് നല്ലൊരു കാര്യം. ഓക്കെ, അപ്പൊ അതൊന്ന് പഠിച്ചു വെക്കാം കേട്ടോ. അത്രേ ഉള്ളൂ. നാളെ ഇന്റേൺഷിപ്പ് തീരുവാണ്. 22 days കംപ്ലീറ്റ് ആവുക. അപ്പൊ നാളെ കൊടുക്കണോ ആപ്ലിക്കേഷൻ? നാളെ കൊടുത്തിടണോ? നാളെ പോരുമ്പോ തന്നെ ആപ്ലിക്കേഷൻ കൊടുത്തിടണം. കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ബയോഡാറ്റയും കൊടുത്തിട്ടുണ്ട് ഓൾറെഡി. Yes, you have successfully completed 22 days in Finnish, right? Yes. Okay. Very good. ഈ ഫോർമാറ്റ് പഠിക്കാം കേട്ടോ. നെക്സ്റ്റ് എന്താണ്? ടീച്ചേഴ്സിന്റെ ലീവ് ആപ്ലിക്കേഷൻ. എപ്പോഴും ജോലിക്ക് പോയാൽ മതി, ഇടയ്ക്ക് ലീവ് എടുക്കണ്ടേ?
ലീവ് എടുക്കണമെങ്കിൽ ലീവ് ആപ്ലിക്കേഷൻ കൊടുക്കണം. വെറുതെ പറ്റില്ല അല്ലെ? യെസ്. അതിനൊരു ഒഫീഷ്യൽ ഫോർമാറ്റ് ഉണ്ട്, അതാണ് നിങ്ങൾക്ക് പഠിക്കുന്നത് കേട്ടോ. ടീച്ചേഴ്സ് ലീവ് ആപ്ലിക്കേഷന്റെ ഒരു ഫോർമാറ്റ് ആണ്. ഇതിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടായിരിക്കും? ഈ ഡേറ്റ് പ്ലേസ് എന്ന് പറയുന്നത് ഇവിടുത്തെ ആപ്ലിക്കേഷന്റെ ആണ് കേട്ടോ. ഇവിടെ ഒരുമിച്ച് ഇങ്ങനെ കിടക്കുന്നുണ്ട്, നിങ്ങളത് തെറ്റായിട്ട് വിചാരിക്കരുത്. ടീച്ചേഴ്സ് ലീവ് ആപ്ലിക്കേഷൻ എന്ന് നോക്കാം. ഫസ്റ്റ് വൺ എന്തൊക്കെ ഉണ്ടാവും? അതിൽ നെയിം ഉണ്ടാവും, പോസ്റ്റ് ആൻഡ് കോഡ്, ഹെഡ് ഓഫ് ദ ലീവ്, ഡേറ്റ് ഫോർ വിച്ച് ലീവ് റിക്വയർഡ്. നമുക്ക് എന്താണ് ലീവ് ആവശ്യമായിട്ട് വരുന്നത് അതിന്റെ കറക്റ്റ് ഡേറ്റ്സിൽ കൊടുക്കണം. റീസൺ എന്താണെന്ന് എഴുതണം. ഓക്കെ, കാരണം എന്താണ്. പിന്നെ പെർമിറ്റ് നമ്പർ ഓഫ് ഡേയ്സ് ഫോർ ലീവ് അണ്ടർ ദിസ് ഹെഡ്. അതായത് നമുക്ക് ഇത്ര ദിവസം ഒരു ലീവ് ഉണ്ടാവും. ഇപ്പൊ ടീച്ചേഴ്സിനെ സംബന്ധിച്ചാൽ 15 ലീവ് ഒക്കെ ആയിരിക്കും ഉണ്ടാവുന്നത്. ഓക്കെ, ഒരു വർഷത്തില് കേട്ടോ, ഒരു വർഷത്തില് 15 ലീവ് ആയിരിക്കും വരുന്നത്. പിന്നെ അപ്പൊ അത് ആ ഡേയ്സും കാര്യങ്ങളും അതിന്റെ നമ്പർ ഓഫ് ഡേയ്സ് ഒക്കെ എഴുതിയിട്ടുണ്ടായിരിക്കും. പിന്നെ ലീവ് ഓൾറെഡി ടേക്ക്. ഇനി നമ്മൾ ഈ 15 ലീവിൽ ഏതെങ്കിലും ലീവുകൾ എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഓൾറെഡി ഡേറ്റും കാര്യങ്ങളോട് എഴുതിയിട്ടുണ്ടായിരിക്കും. പിന്നെ ബാലൻസ് ഓഫ് ലീവ് വരുന്നത് 15 ലീവില് 15 എടുത്ത് ബാക്കി എത്ര ലീവ് ഉണ്ടാവും? 10 ലീവ് ബാക്കിയുണ്ടാവും. അപ്പൊ അതിന്റെ ഡേറ്റും കൃത്യമായിട്ട് അതിൽ ഇവിടെ ഈ ഒരു ഭാഗത്താണ് ബാലൻസ് ഓഫ് ലീവിലാണ് അത് എഴുതപ്പെടുന്നത്. ഓക്കെ, പിന്നെ സിഗ്നേച്ചർ ഓഫ് ദ ആപ്ലിക്കന്റ്. ഇതാണ് ഒരു ലീവ് ആപ്ലിക്കേഷൻ ഫോം എന്ന് പറയുന്നത്. ഇത് ആര് കൊടുക്കുന്നതാണ്? ടീച്ചേഴ്സ് കൊടുക്കുന്നതാണ്. ഇത് ഓഫീസ് യൂസസിലുള്ളതാണ് അല്ലെ? ഓഫീസ് യൂസസിന് ഉപയോഗിക്കുന്നതാണ്. ഇത് ഫിൽ ചെയ്യുന്നത് അവരാണ്. എന്നാൽ പോലും നമ്മൾക്ക് ഇത് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ലീവ് പെർമിറ്റഡ് ഓർ നോട്ട് പെർമിറ്റഡ്. നമ്മളൊക്കെ ഈ ആപ്ലിക്കേഷൻ കൊടുത്തു കഴിയുമ്പോൾ ഇതിൽ എന്തൊക്കെ കൊടുത്തിട്ടുണ്ടാവും? നമ്മള് എത്ര ലീവ് ഉണ്ട്, എത്ര ലീവ് എടുത്തിട്ടുണ്ടെങ്കിൽ എത്ര ബാലൻസ് എന്നൊക്കെ നോക്കി അതിന്റെ റീസണും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടായിരിക്കുള്ളൂ ബാക്കി ഇതിന്റെ പ്രോസസ് നടത്തുന്നത് അല്ലെ? ഓക്കെ, റീസൺ ഓക്കെയാണ്, ലീവ് ഒക്കെ കറക്റ്റ് ആണെന്നാണെങ്കിൽ എന്ത് ചെയ്യും? ഒന്നില്ലെങ്കിൽ ലീവ് പെർമിഷൻ കിട്ടും, അല്ലെങ്കിൽ നോ പെർമിഷൻ ആയിരിക്കും, നോ പെർമിറ്റഡ് ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, ഡേറ്റ് ഓഫ് പെർമിഷൻ കിട്ടുന്നതാണെങ്കിൽ എന്താണ്? എന്ന് മുതൽ എന്ന് വരെ എന്ന് കൊടുത്തിട്ടുണ്ടാവും അല്ലെ? ഏത് ഡേറ്റ് മുതലാണ് ഏത് ഡേറ്റ് വരെയാണെന്നത് കൊടുത്തിട്ടുണ്ടാവും. ദെൻ ലീവ് വിത്ത് പേ ഓർ ലോസ് ഓഫ് പേ. ഇത് രണ്ട് രീതിയിലുണ്ട്. ഒന്ന് ശമ്പളത്തോട് കൂടിയുള്ള ലീവ് ഉണ്ട്, ചിലതിൽ എന്താണ് ശമ്പളം ഇല്ലാതെ ലീവ് എടുക്കുന്നതുണ്ട്. ഓക്കെ, ഇത് നമ്മള് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ലീവ് വിത്ത് പേ ഓർ ലോസ് ഓഫ് പേ. നെയിം ഓഫ് ദ സ്കൂൾ ഉണ്ടായിരിക്കും അതില്. പിന്നെ വെദർ സെപ്പറേറ്റ് അക്സെപ്റ്റൻസ് ലെറ്റർ ഫോർ ലോസ് ഓഫ് പേ ഈസ് അറ്റാച്ച്ഡ്. ഇനി ലോസ് ഓഫ് പേ ആണെന്നുണ്ടെങ്കിൽ, അതായത് നമ്മള് സാലറി ഇല്ലാതെയാണ് ലീവ് എടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കണ്ടീഷൻസ് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഇവിടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. ചില റീസൺസ് ഉണ്ടാവും, ചില ടീച്ചേഴ്സിന് പല കാരണങ്ങളുണ്ട് അങ്ങനെ ലോസ് ഓഫ് പേ വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അത് നിങ്ങൾ സ്കൂൾ റിലേറ്റ് ചെയ്ത് വരുന്നതാണ് കേട്ടോ. പിന്നെ ചാനൽ ഓഫ് അപ്ലൈ. ഏത് ചാനലിലാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്? അതായത് ഒന്നില്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ പ്രിൻസിപ്പളിന് കൊടുക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ എന്താണ്, അല്ലെങ്കിൽ മെയിൽ വഴിയായിരിക്കും അല്ലെ? നമ്മൾ രണ്ട് രീതിയിൽ പ്രോപ്പർ ചാനൽസുകൾ ഉപയോഗിക്കുന്നത്. ഡയറക്റ്റ് പ്രിൻസിപ്പളിന് കൊടുക്കായിരിക്കും, മെയിൽ ചെയ്യായിരിക്കും. ലീവ് എപ്പോഴാണ് വേണ്ടതെന്നുള്ളത് മെയിൽ ചെയ്യായിരിക്കും. അപ്പൊ ഏത് ചാനലാണ് നിങ്ങൾ അപ്ലൈ ചെയ്തതെന്നാണ് അവിടെ വരുന്നത്. ഓക്കെ, ദെൻ ഇത് ഐ വെരിഫൈ ദ ബാലൻസ് ഓഫ് ലീവ്. ഇറ്റ് ഈസ് എത്രയാണെന്ന് അവര് ഓഫീസ് യൂസിൽ അത് കൃത്യമായിട്ട് വെരിഫൈ ചെയ്തിട്ട് എത്ര ഡേയ്സ് ആണെന്നുള്ളത് കൃത്യമായിട്ട് അവിടെ എഴുതും. പിന്നെന്താണ് സിഗ്നേച്ചർ ഓഫ് ഫോർവാർഡിംഗ് അതോറിറ്റി വിത്ത് നെയിം ആൻഡ് പോസ്റ്റ്. സ്കൂളിന്റെ സിഗ്നേച്ചറും കാര്യങ്ങളും ഉണ്ടായിരിക്കും. ലീവ് സാങ്ഷൻ ആണെങ്കിൽ ഓൾറെഡി ഇവിടെ ടിക്ക് ഇടും. ലീവ് സാങ്ഷൻ ഒന്നിൽ എഴുതും, അല്ലെങ്കിൽ ലീവ് സാങ്ഷൻ അവിടെ വരും ഒരു ടിക്ക് മാർക്ക് ഇടും. റെഫ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലോ, ലീവ് കൊടുത്തിട്ടില്ല എന്നാണെങ്കിൽ റെഫ്യൂസിൽ എന്ന ഭാഗത്ത് ടിക്ക് ചെയ്യും. ഓക്കെ, the last one signature of the decoding authority with the name and post seal. Last സ്കൂളിന്റെ അതോറിറ്റിയുടെ ആ ഒരു നെയിമും സിഗ്നേച്ചറും സീലും ആണ് അത് ക്ലോസ് ചെയ്യുന്നത് കേട്ടോ. ഇതൊക്കെല്ലാം ഓഫീസ് യൂസസിനാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മൾ പെർമനന്റ് ടീച്ചേഴ്സിന് മാത്രമാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഫോം വരുന്നത്. മനസ്സിലായോ? പെർമനന്റ് ആയിട്ടുള്ള ടീച്ചേഴ്സ്, നമ്മള് ഡെയിലി വേജസിന് പോകുന്ന ടീച്ചേഴ്സിനൊന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് അറിയിച്ചാൽ മാത്രം മതി ലീവാണ്. പക്ഷെ ഈ ലീവ് ആപ്ലിക്കേഷൻസ് വരുന്ന ഈ ഒരു ഫോർമാറ്റ് ശരിക്കും ചെയ്യുന്നത് ആരാണ്? പെർമനന്റ് ആയിട്ടുള്ള ടീച്ചേഴ്സ് ആണ് കേട്ടോ. പ്രത്യേകിച്ച് ഗവൺമെന്റ് ഫണ്ടഡിൽ നിന്നാണ് നമുക്ക് സാലറീസ് വരുന്നത്. അപ്പോൾ കറക്റ്റ് ആയിട്ട് റിപ്പോർട്ട്സിൽ പോകണമെങ്കിൽ നമ്മൾ ഓൾറെഡി ഇവിടെ പെർമനന്റ് ടീച്ചേഴ്സ് ഈ ഒരു ആപ്ലിക്കേഷൻ ഫോംസുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവില്ല കേട്ടോ. ഓക്കെ, ഈ ഫോർമാറ്റുകൾ രണ്ടും ഓർത്ത് വെക്കാം. ഒന്ന് ലീവ് ആപ്ലിക്കേഷൻസിന്റെ ഏറ്റവും പ്രധാനമായിട്ട് ഈ ഒരു ജോബിന് നമ്മൾ എങ്ങനെ അപ്ലൈ ചെയ്യേണ്ട അതിന്റെ ഫോർമാറ്റ് എന്താണെന്ന് പഠിച്ചു വെക്കാം കേട്ടോ. Clear? Yes, miss. അത് ചാപ്റ്റർ കഴിഞ്ഞു കേട്ടോ. ഏറ്റവും ചെറിയ ചാപ്റ്റർ.
ഇത് പോസ്റ്റ് വഴി ചെയ്യുമ്പോഴല്ലേ എങ്ങനെ എഴുതുക? നമ്മൾ നേരിട്ട് കൊടുക്കുമ്പോഴും ഇങ്ങനെ തന്നെ എഴുതിയാൽ മതി? ഉണ്ട്. നേരിട്ടും അല്ലാതെ രണ്ടും ഇതേ ഫോർമാറ്റിൽ തന്നെയാണ് കൊടുക്കുന്നത്. നമുക്ക് സ്കൂളിൽ ചെല്ലുമ്പോ നിങ്ങൾ പോകുന്നവരാണെങ്കിൽ ചോദിച്ചാൽ മതി. അവിടെ ഓൾറെഡി ഇത് ഫോംസ് ആൻഡ് ഫോർ ഒരു ആപ്ലിക്കേഷൻ ഫോം ഉണ്ടായിരിക്കും. ഒരു 8 കണക്കിന് ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും സ്കൂളിലെ. ഫോംസ് നമുക്ക് ഫിൽ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഓക്കെ. ഓക്കെ, ഇപ്പൊ ഡെവലപ്മെന്റ് പ്രൊഫൈലിന്റെ ചാപ്റ്റർ കംപ്ലീറ്റഡ് ആണ്. ഇതിൽ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ഞാനൊന്നുകൂടി പറയാം, നോട്ട് ചെയ്തു കേട്ടോ. ഒന്ന്, ഡെവലപ്മെന്റ് പ്രൊഫൈലിൽ ഉൾപ്പെടുന്ന ടേംസുകൾ എന്തൊക്കെയാണ് ഈ പേരിൽ പഠിക്കണം. ഏതൊക്കെയാണ്? സോഷ്യോ ഇമോഷണൽ ഡെവലപ്മെന്റ് മുതൽ ലാംഗ്വേജ് ക്രിയേറ്റീവ് എക്സ്പ്രഷൻസ് വരെയുള്ള ഭാഗങ്ങൾ നോക്കുക. പിന്നെ ഒരു സാമ്പിൾ പേജ് പരിചയപ്പെടുത്തിയിരുന്നു അല്ലെ, ഒരു ഒബ്സർവേഷൻ, ഒരു ഡെവലപ്മെന്റ് പ്രൊഫൈലിന്റെ പേജ് എങ്ങനെയാണ്, അതിന്റെ ഫോർമാറ്റ് എങ്ങനെയാണെന്ന് പരിചയപ്പെടുത്തിയിരുന്നു. അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നതെന്ന് ജസ്റ്റ് നോക്കാം കേട്ടോ. നെയിം, ഏജ്, അഡ്രസ്, ടെലിഫോൺ നമ്പർ, നൈറ്റ്സ് ഓഫ് ഫാദേഴ്സ് നെയിം, മദേഴ്സ് നെയിം, പിന്നെ കുട്ടിയുടെ വെയിറ്റ്, ഹൈറ്റ്, പിന്നെ ഈ പറഞ്ഞ നമ്മുടെ ടേംസുകളിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ. ഓക്കെ. പിന്നെ ടൈം ടേബിൾ എന്താണെന്ന് പഠിക്കാം. ഒരു സ്കൂളിന്റെ സെക്കൻഡ് ക്ലോക്ക് എന്നറിയപ്പെടുന്നത് എന്താണ്? ടൈം ടേബിൾ ആണ്. പിന്നെ കണ്ടന്റ് ഓഫ് ദ ടൈം ടേബിൾ നോക്കാം, ടൈപ്സ് ഓഫ് ടൈം ടേബിൾ. ഓക്കെ, ഇത്രയും ഭാഗങ്ങളാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത്. മറ്റത് ഫോർമാറ്റിൽ, അത് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി കൊടുത്തിരിക്കുന്നത് കേട്ടോ. Here. സ്ട്രക്ചർ ഓഫ് ദ ക്ലാസ് റൂം കഴിഞ്ഞല്ലേ? ഇതിലെ 2 ടോപ്പിക് എടുക്കാറുണ്ടല്ലോ, ആരും എത്തില്ലല്ലോ. അർച്ചനയും പിന്നെ ആരാണ്? അർച്ചന ഉണ്ട് ഇന്ന് ക്ലാസ്സില്. ഞാൻ എടുത്തിട്ടില്ല. ഏത് ചാപ്റ്റർ ആണ്? ഏത് ടോപ്പിക് ആണ്? മേ ബി ഉണ്ടായിരുന്നു മിസ്. ഏത് ടോപ്പിക് ആയിരുന്നു? യൂണിഫോമിന്റെ 5 തൊട്ട് ഇതായിരുന്നു. യൂണിഫോമിന്റെ ബാക്കി പോയിന്റ്സ് അല്ലേ? മാം ഞാൻ അടുത്ത ദിവസം എടുത്താൽ മതിയോ? കൊച്ചിനെ വിളിക്കാനായിട്ട് പോയിരുന്നു. ശരി. ഫിഫ്ത്ത് ചാപ്റ്റർ എടുത്തു, 6th എടുത്തു, 2 ചാപ്റ്റർ കഴിഞ്ഞു. നെക്സ്റ്റ് വരുന്നത് യൂണിറ്റ് 7 ആണ്. പ്രോഗ്രാംസ് ഫോർ ഡെവലപ്പിംഗ് വാല്യൂസ് ഓഫ് വേരിയസ് കൈൻഡ്സ്. നമ്മള് സ്കൂൾ റിലേറ്റ് ചെയ്ത് വരുന്ന, നമുക്കറിയാം നമ്മളുടെ സ്കൂളിൽ നമ്മൾ ഈ പ്രോഗ്രാംസുകൾ നടത്തപ്പെടുന്നത് പലതരത്തിലുള്ള വാല്യൂസിനെ ഡെവലപ്പ് ചെയ്യാതെ മൂല്യങ്ങൾ വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മള്, അതായത് ഈ പ്രോഗ്രാംസ് ചെയ്യുമ്പോൾ എന്താണ് മെയിൻ ആയിട്ട് വരുന്ന ഒരു കാര്യമാണ് യൂണിറ്റി എന്നൊരു കാര്യം അല്ലെ. ഇതെല്ലാവരും ഒരുമിച്ച് കൂടി ചേർന്നാണ് ഒരു പ്രോഗ്രാം നടത്തപ്പെടുന്നത് അല്ലെ. ടീച്ചേഴ്സ് ആണെങ്കിലും കുട്ടികളാണെങ്കിലും ഓൾ സ്കൂൾ എന്താണ് അതിനു വേണ്ടി പങ്കെടുക്കുകയാണ്, അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാണ്. അപ്പൊ ഇതൊക്കെ നമ്മുടെ പാഠ്യപ്രവർത്തനം കരിക്കുലർ ആക്ടിവിറ്റീസിന്റെ ഭാഗമായിട്ടാണ് നമ്മളിങ്ങനെ പ്രോഗ്രാംസുകൾ ചെയ്യുന്നത്. ഈ പ്രോഗ്രാമിന്റെ പ്രധാന ഉദ്ദേശം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കേണ്ട ഉദ്ദേശം എന്താണ്? കുട്ടികളിൽ നല്ല തരത്തിലുള്ള മൂല്യങ്ങൾ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വാല്യൂസ് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള പ്രോഗ്രാംസ് സംഘടിപ്പിക്കുന്നത്. അപ്പൊ അതില് ഒന്ന് ജസ്റ്റ് ഞാൻ പറഞ്ഞു വന്നുള്ളൂ കേട്ടോ, ബാക്കി അടുത്ത ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യുള്ളൂ. നമുക്കറിയാം പ്രെയറുകൾ അല്ലെ. നമ്മൾ ക്ലാസ്സിൽ എന്തിനാ പ്രെയർ സംഘടിപ്പിക്കുന്നത്? പ്രെയർ സംഘടിപ്പിക്കുന്നത് എന്തിനാ ക്ലാസ്സില്? വെറുതെ ആണോ? ഒരു ടൈം പാസിന് വേണ്ടിയാണോ? ആ ഡേയുടെ ഒരു നല്ലൊരു തുടക്കത്തിന് എന്ത് കാര്യം തുടങ്ങുമ്പോഴും അതിന് മുന്നേ പ്രെയർ വേണമല്ലോ മിസ്. അതാണ് കുട്ടികൾക്ക് പ്രെയർ ചൊല്ലുന്നോണ്ട് കുട്ടികൾക്ക് ഒന്നും ലഭിക്കുന്നില്ലേ? പ്രെയർ ചൊല്ലുമ്പോ ലഭിക്കുന്നുണ്ടോ? എല്ലാരും ഒരുപോലെ മുഴുവൻ ഒരു പോസിറ്റീവ് എനർജി ലഭിക്കും. യെസ്, വെരി ഗുഡ്. പോസിറ്റീവ് എനർജി ലഭിക്കുന്നു. പിന്നെ ഒരു യൂണിറ്റി ഉണ്ടാവും, കുട്ടികൾ ഒരുമിച്ചാണ് പങ്കെടുക്കുന്നത് അല്ലെ. നമുക്കറിയാം പ്രെയർ ചൊല്ലുന്ന സമയം പ്രത്യേകമായ അറ്റ്മോസ്ഫിയർ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അല്ലെ. പ്രെയർ ചൊല്ലുന്ന സമയത്ത് വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള അന്തരീക്ഷമായിരിക്കും ഉണ്ടാവും അല്ലെ. കുട്ടികളില് പിന്നെ കുട്ടികൾ റെസിറ്റേറ്റ് ചെയ്യുന്ന ആ പ്രെയർ, അതിൽ പറയുന്ന വാക്കുകൾ അല്ലെങ്കിൽ ഓരോ വരികളിൽ സൂചിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും? സിമ്പിൾ ആയിരിക്കും.
വളരെ അർത്ഥവത്തായിട്ടുള്ള വാക്കുകളായിരിക്കും. നമുക്ക് കേട്ട് നമ്മൾ പ്രയറുകൾ ചില സമയങ്ങളിൽ കേട്ട് നിന്നു. കാരണം നമുക്ക് എന്താ പറയാ, നമ്മുടെ രാജ്യത്തിന്റെ സ്നേഹത്തെ കുറിച്ച്, അല്ലെങ്കിൽ ഗുരുക്കന്മാരുടെ കുറിച്ച്, അല്ലെങ്കിൽ സാഹോദര്യത്തിന്റെ സ്നേഹത്തെ പറ്റി, അല്ലെങ്കിൽ എന്താ പറയാ ഒത്തൊരുമയുടെ ഒക്കെ എല്ലാം പറയുന്നില്ല, ദൈവവും സ്നേഹവും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കോമ്പിനേഷൻ ആയിട്ടുള്ള പ്രയർ എന്ന് പറയുന്നത് അല്ലെ. നമുക്കത് കേൾക്കുമ്പോ തന്നെ എന്താണ്, ഭയങ്കര ഒരു ഉത്സാഹമാണ് കേൾക്കുന്നത്. യെസ്, പ്രത്യേകിച്ച് കമ്മ്യൂണിറ്റി പ്രയറിന്റെ പ്രത്യേകം എന്ന് പറയുമ്പോൾ നമ്മൾ ചിലതൊക്കെ ചില ഏതെങ്കിലും പുരാതന ഗ്രന്ഥങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഏൻഷ്യന്റ് ആയിട്ടുള്ള പുസ്തകങ്ങളിൽ നിന്നൊക്കെ എടുത്തിരിക്കുന്ന കവിതകൾ, പ്രേയേഴ്സ് ആയിരിക്കാം. അപ്പൊ അതിലെ കാര്യങ്ങൾ ഉൾപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ കുട്ടികൾ ഇത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കേട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ ആ ഒരു കുറച്ച് സമയം 10 മിനിറ്റ് ആണെങ്കിലും 5 മിനിറ്റ് ആണെങ്കിലും എന്താണ്, 5 മിനിറ്റ് 4 മിനിറ്റ് അത്രയൊന്നും വരാറില്ല, അതിനും കുറെ സമയം എനിക്കുള്ളൂ പ്രയറിന്. ആ ഒരു സമയത്ത് കുട്ടികളെല്ലാം പല രീതിയിലുള്ള ഫീലിങ്സിലൂടെ അവർ കടന്നു പോകുന്നുണ്ട് അല്ലെ. കുട്ടികൾ മനസ്സിലാക്കുന്നവരാണ്. എന്തോ എന്നെ വിളിച്ചോ? ആരെങ്കിലും വിഷയം വിളിച്ചോന്ന്? അർച്ചന എവിടെ പോയതാണോ? അർച്ചന ടോപ്പിക് എടുത്തില്ലല്ലോ. ഇല്ലായിരുന്നു. ഞാനേ ആശുപത്രി പോകും. ആണോ? അടുത്ത ക്ലാസ്സിൽ എടുക്കുന്നുണ്ടോ? മിസ് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. അമ്മയും അർച്ചനയും എടുക്കണം, ബാക്കിയുള്ളവർ എടുത്തുവാ. പെട്ടെന്ന് ഞാൻ ക്ലാസ്സിൽ പെട്ടെന്നൊരു ആശുപത്രി ഇഷ്യൂ വന്നിട്ട് പെട്ടെന്ന് പോകേണ്ടി വന്നായിരുന്നേ. കുഴപ്പമില്ല. അപ്പൊ പ്രയർ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോഗ്രാം ആണ്. നമ്മൾ ബ്രീഫ് ചെയ്ത് പറയുന്നുണ്ട്, ബാക്കി ഡീറ്റെയിൽ ആയിട്ട് എടുക്കാം അടുത്ത ക്ലാസ്സിൽ. പിന്നെ ഹെൽത്ത് ആൻഡ് ക്ലീൻനെസ് പ്രോഗ്രാംസ് സംഘടിപ്പിക്കാറുണ്ട് നമ്മുടെ സ്കൂളുകളിൽ അല്ലെ. ഇതിന് വേണ്ടിയിട്ടാണ് ഹെൽത്ത് ആൻഡ് ക്ലീൻനെസ് പ്രോഗ്രാംസ്. കുട്ടികളിലെയും അല്ലെങ്കിൽ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻസിന് വേണ്ടിയിട്ട് അവരുടെ പേഴ്സണൽ ക്ലീനിങ്സിനും അതുപോലെ തന്നെ എന്താണ് ചുറ്റുപാടിലുള്ള എല്ലാ ശുചിത്വത്തിനും വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെയുള്ള പ്രോഗ്രാംസ് സംഘടിപ്പിക്കുന്നത് അല്ലെ. അതായത് പ്രത്യേകിച്ച് കുട്ടികളിലെ നല്ല ഫുഡ് ഹാബിറ്റ്സുകൾ, ഹെൽത്തി ഹാബിറ്റ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്കൂളുകളിൽ പലതരത്തിലുള്ള പ്രോഗ്രാംസുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ എന്താണ് പല രീതിയിലുള്ള വാല്യൂസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, നല്ല ശീലങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ നല്ല ജീവിതശൈലി കുട്ടികൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. പിന്നെ വരുന്ന എന്താണ് SUPW, അതവിടെ നിൽക്കട്ടെ കേട്ടോ, ഞാൻ പറഞ്ഞുതരാം. സ്പെഷ്യൽ ക്ലാസ് റൂം സിറ്റുവേഷൻസ് കൊടുക്കാറുണ്ട് നമ്മൾ. അതായത് എല്ലാ ക്ലാസ്സിലും എല്ലാ സബ്ജക്റ്റിനും നമുക്ക് വാല്യൂസ് പഠിപ്പിക്കാൻ പറ്റില്ല. അതായത് മൂല്യങ്ങൾ ചില സബ്ജക്ട്സിന് മാത്രമാണ് നമ്മൾ മൂല്യവത്തായിട്ടുള്ള ക്ലാസ്സുകൾ കൊടുക്കാൻ പറ്റും. പ്രത്യേകിച്ച് നമുക്കറിയാം ലാംഗ്വേജ് പോലെ അല്ലെങ്കിൽ സോഷ്യൽ സയൻസ് പോലുള്ള സബ്ജക്ട്സിലൊക്കെയാണ് നമ്മൾ റിലീജിയസിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നത്, ഹിസ്റ്ററി പോലുള്ള സബ്ജക്ട്സുകളൊക്കെ. അപ്പോ ചില ക്ലാസ് റൂംസ് എന്താണ് സ്പെഷ്യൽ ക്ലാസ് റൂം സിറ്റുവേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ഇങ്ങനെ റിലീജിയസിനെ കുറിച്ച്, നമ്മുടെ ഭരണഘടനയെ കുറിച്ച്, അല്ലെങ്കിൽ മനുഷ്യന്റെ അവകാശങ്ങളെ കുറിച്ച്, ഹ്യൂമൻ റൈറ്റ്സിനെ കുറിച്ച് കുഞ്ഞുങ്ങൾ പഠിക്കുന്നത് ഇത്തരത്തിലുള്ള ക്ലാസ് റൂംസുകളിൽ മാത്രമാണ് അല്ലെ. അവരുടെ പഠനത്തിന്റെ ഭാഗമാണെങ്കിൽ പോലും തന്നെ അത് റിലേറ്റ് ചെയ്ത് നമ്മൾ പ്രോഗ്രാംസുകൾ സംഘടിപ്പിക്കാറുണ്ട്. ഓക്കെ, ദെൻ അതേപോലെ വരുന്നത് എന്താണ് നെക്സ്റ്റ് കൾച്ചറൽ ആൻഡ് റീക്രിയേഷണൽ ആക്ടിവിറ്റീസ്. കുട്ടികളുടെ എല്ലാത്തരം സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് അവരുടെ ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള ടാലന്റുകൾ വികസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് കൾച്ചറൽ ആക്ടിവിറ്റീസ് അല്ലെ, റീക്രിയേഷൻ ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യിപ്പിക്കാറുണ്ട് അല്ലെ. അതായത് സ്കൂൾ ആനിവേഴ്സറീസ് സംഘടിപ്പിക്കുന്നു, സ്പോർട്സ് ഡേസ്, ഗെയിംസ്, ഡ്രാമ, പിന്നെ എന്താണ് കൾച്ചറൽ ഫെസ്റ്റിവൽസ്, എക്സിബിഷൻസ്, മ്യൂസിക്കൽ ഷോ, അങ്ങനെ പല രീതിയിലുള്ള, അതായത് എന്റർടൈൻമെന്റ് പർപ്പസ് ആണ്. പക്ഷേ എന്നിരുന്നാൽ പോലും എന്താണ് പല രീതിയിൽ കുട്ടികളുടെ കോർഡിനേഷൻസ് അല്ലെങ്കിൽ യൂണിറ്റി ഒക്കെ വർക്ക്ഔട്ട് ആവുന്ന ഒരു തരം ആക്ടിവിറ്റീസ് ആണ് എന്താ കൾച്ചറൽ റീക്രിയേഷൻ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. മാത്രമല്ല നമ്മുടെ സംസ്കാരത്തെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റെസ്പിറേഷൻസ് ഒക്കെ കുട്ടികൾക്ക് ഇത്തരം പ്രോഗ്രാംസുകൾ സംഘടിപ്പിക്കുമ്പോഴാണ് കൂടുതലായിട്ട് മനസ്സിലാകുന്നത്. ഓക്കെ, പിന്നെ അതേപോലെ പഴയ പോലെ അല്ല മിസ്, ഒരുപാട് ആക്ടിവിറ്റീസ് ഇപ്പൊ കൂടിയിട്ടുണ്ട്. ഇപ്പൊ കുട്ടികളോട് ഓരോരുത്തരോട് ഫ്രൂട്ടിന്റെ ഒരു ഇതുണ്ട്, ജ്യൂസ്, എല്ലാ തരം ഫ്രൂട്ട്സും കൊണ്ടുവരുമെന്ന്, കുട്ടികളെ ജ്യൂസസ് കൊണ്ടുവരും. പിന്നെ അതേപോലെ സലാഡ് ഉണ്ടാക്കല് കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കും, ഓരോന്ന് ആഡ് ചെയ്തിട്ട്. ഭയങ്കര അതെ അതെ മിസ്. പിന്നെ നമ്മൾ എന്താണ് സിറ്റിസൺഷിപ്പ്, അതായത് കുട്ടികളിൽ ഓരോരുത്തരിലും പൗരബോധമൊക്കെ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സിറ്റിസൺഷിപ്പ് ട്രെയിനിങ് പ്രോഗ്രാംസ് സംഘടിപ്പിക്കുന്നത് അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ചിലപ്പോൾ ഡിബേറ്റ്സുകൾ, അസംബ്ലി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ, അല്ലെങ്കിൽ നമ്മുടെ നാഷണൽ ഫെസ്റ്റിവൽസ് എല്ലാം നമ്മൾ ആചരിക്കുന്നതൊക്കെ എന്തിന്റെ ഭാഗമായിട്ടാണ് സിറ്റിസൺഷിപ്പ് ട്രെയിനിങ് പ്രോഗ്രാംസുകൾ ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള ഭാഗമായിട്ടാണ് ഇങ്ങനെ നമ്മുടെ റിപ്പബ്ലിക് ഡേ, ഇൻഡിപെൻഡൻസ് ഡേ, അല്ലെങ്കിൽ അങ്ങനെ അത്തരം ഡേയ്സിൽ നാഷണൽ ആയിട്ടുള്ള എല്ലാ ഡേയ്സിലും നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് നമ്മൾ എന്താണ് സോഷ്യൽ സർവീസ് പ്രോഗ്രാംസ് ചെയ്യുന്നത്. അതായത് കുട്ടിക്ക് സൊസൈറ്റിനോട് ഉള്ള ഒരു
എന്താ പറയാ പ്രതിബദ്ധതയൊക്കെ ഡെവലപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഈ കുട്ടികളെ എന്താണ് ഒരു സോഷ്യൽ ബീയിങ് ആക്കി മാറ്റാനായിട്ട് നമ്മൾ മാറ്റേണ്ടത് അല്ലെ. ആസ് എ ഹ്യൂമൻ ബീയിങ് ആയപ്പോൾ തന്നെ എന്താണ് നമ്മൾ ഒരു സോഷ്യൽ ബീയിങ് കൂടി ആവേണ്ടതുണ്ട് അല്ലെ. ചില കുഞ്ഞുങ്ങളും സൊസൈറ്റിയിൽ നിന്ന് ഉൾവലിഞ്ഞ് നിൽക്കുന്ന കുട്ടികളുണ്ട്. അങ്ങനെയുള്ളവർക്കൊക്കെ കൂടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള പ്രോഗ്രാംസുകൾ സംഘടിപ്പിക്കുന്നത്. അപ്പൊ അതായത് നമ്മുടെ സൊസൈറ്റിയിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്, അതിനെങ്ങനെയൊക്കെ സോൾവ് ചെയ്യാം, നമ്മളെ കൊണ്ട് കുട്ടികളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിനൊക്കെ വേണ്ടിയാണ് നമ്മൾ ഈ എന്താ പറയാ കമ്മ്യൂണിറ്റി കിച്ചൺ എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി മീൽസ് എന്നൊക്കെ പറഞ്ഞാൽ കൊടുക്കാറില്ല നമ്മള്. ഇപ്പൊ വയോജനങ്ങളായിട്ടുള്ള നിർദ്ധരായിട്ടുള്ള ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കുന്നത് സ്കൂൾസിൽ നിന്ന്, അല്ലെങ്കിൽ കുട്ടികൾ അറേഞ്ച് ചെയ്ത് കൊണ്ടുവന്ന് ഭക്ഷണം കൊടുക്കുന്നത്, അല്ലെങ്കിൽ പിന്നെ ഇതുപോലെ സ്ലം ഏരിയ തെരുവ് പ്രദേശങ്ങളിലുള്ള ആളുകൾക്ക് അവരുടെ ആ സാക്ഷരതയൊക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ക്ലാസ്സുകളൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ അവയർനെസ് ക്ലാസ്സുകളൊക്കെ കൊടുക്കും. പിന്നെ എന്താണ് നമ്മള് എന്തിനെങ്കിലൊക്കെ പറ്റി എന്താ പറയാ ക്യാമ്പയിനുകൾ, നമ്മളിപ്പോ കൊറോണയൊക്കെ നടന്ന സമയത്ത് ക്യാമ്പയിനൊക്കെ സംഘടിപ്പിച്ചില്ലേ. ക്യാമ്പയിനുകൾ എന്തിനു വേണ്ടിയിട്ടാണ്, എന്തെങ്കിലും സ്പെസിഫിക് ടോപ്പിക്കിനെ പറ്റിയിട്ട് ആൾക്കാരുടെ അവബോധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ കുറച്ച് ടോപ്പിക്കുകളുണ്ട്. ഇപ്പൊ എൻവയോൺമെന്റൽ പൊല്യൂഷൻ, പാരിസ്ഥിതിക മലിനീകരണത്തെ കുറിച്ച് കുട്ടികൾ എന്താണ് ക്യാമ്പയിൻ ചെയ്യും. കുട്ടികളെ കൊണ്ട് നമുക്ക് സംഘടിപ്പിക്കാൻ പറ്റുന്നതാണ്. അപ്പൊ ഇതൊക്കെ ചെയ്യുന്നുള്ള കുട്ടികളിൽ പലതരത്തിലുള്ള മൂല്യങ്ങൾ ഡെവലപ്പ് ചെയ്യാനായിട്ട് അവരെ സഹായിക്കുന്നതാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതൊന്ന് ബ്രീഫായിട്ട് പറഞ്ഞേന്നുള്ളൂ. എളുപ്പമാണ്, വളരെ സിമ്പിൾ ആണ് ഈ ചാപ്റ്റർ. സെമിനാറിൽ ഞാൻ എടുപ്പിക്കേണ്ടെന്ന് വെച്ചിട്ടാ, കാരണം നിങ്ങൾക്ക് ഓരോ ടോപ്പിക് തന്നാൽ നിങ്ങൾക്ക് ചിലപ്പോൾ പല പല ആവശ്യങ്ങൾ വരും. അപ്പൊ ചിലവർ ആബ്സെന്റ് ആവും. അങ്ങനെ വന്നാൽ നമുക്ക് ചാപ്റ്റർ മുന്നോട്ട് പോലും. അതുകൊണ്ട് സെമിനാർ ഇത് എടുക്കില്ല കേട്ടോ. ഓക്കെ, അപ്പൊ ഈ ഒരു ചാപ്റ്റർ അടുത്ത ദിവസം നന്നായിട്ട് വായിച്ചിട്ട് വരാം. ഫ്രൈഡേത്തെ ക്ലാസ് ചിലപ്പോൾ ടീച്ചർ ആയിരിക്കും, ടീച്ചർ ഇല്ലെങ്കിൽ ഞാൻ തന്നെ എടുക്കും കേട്ടോ. അപ്പൊ അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എടുക്കാം. അപ്പൊ നിങ്ങൾ എല്ലാവരും വായിക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ആ കമ്മ്യൂണിറ്റി പ്രയറും ഹെൽത്ത് ആൻഡ് ക്ലീനസ് പ്രോഗ്രാമും നന്നായിട്ട് വായിച്ചിട്ട് വരാം കേട്ടോ. ഇത് റിലേറ്റ് ചെയ്ത് നമുക്കൊരു ആക്ടിവിറ്റി ചെയ്യാനുണ്ട്. ഓക്കെ, ഒരു ഫുഡ് ചാർട്ട് തയ്യാറാക്കി. ഫുഡ് ചാർട്ട് തയ്യാറാക്കിയോ നിങ്ങള്? ഫുഡ് ചാർട്ട് ഇല്ല, തയ്യാറാക്കിയിട്ടില്ല. ഓക്കെ, അത് നിങ്ങളുടെ ഇഷ്ടമുള്ള നിങ്ങളുടെ ക്രിയേറ്റീവ് അനുസരിച്ചിട്ട് ചെയ്യാനുള്ള ഒരു ആക്ടിവിറ്റി ആണ് ഫുഡ് ചാർട്ട് തയ്യാറാക്കുന്നത്. ഞാൻ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം കേട്ടോ. സിമ്പിൾ ആണ്. ഒട്ടിക്കാനാണോ അല്ലെങ്കിൽ വരയ്ക്കാനാണോ? നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഹെൽത്തി ഫുഡ് ഹാബിറ്റിന്റെ ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചാർട്ട്, ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് റിലേറ്റ് ചെയ്തിരുന്ന ഒരു ചാർട്ട് എങ്ങനെ വേണമെങ്കിലും, പിക്ചർ ആണെങ്കിലും ഡിസ്ക്രിപ്ഷൻ ആണെങ്കിലും എന്തെങ്കിലും പറ്റുമ്പോ എന്താ പറയാ നമ്മുടെ വൈറ്റമിൻസ് എ മുതൽ വൈറ്റമിൻസ് ഏതൊക്കെയാണ് അതിന്റെ പേര് കൊടുക്കുക, അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ഫുഡ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ഏതൊക്കെ ഐറ്റംസ് ആണ്. ഹെൽത്തി ഹാബിറ്റ്സിന്റെ ചെയ്തിട്ടുണ്ട്, ഫുഡിന്റെ ചെയ്തിട്ടില്ല. ഹെൽത്തി ഹാബിറ്റ്സ് അപ്പൊ നിങ്ങൾ ഓരോ സെക്ഷൻസ് എടുത്താൽ മതി. വേണമെങ്കിൽ ഫ്രൂട്ട്സ് എടുക്കുന്നവർ അത് എടുക്കാം, മറ്റു ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ്, മിൽക്ക് പ്രൊഡക്ട്സ് മാത്രമാണ് എടുക്കുന്നത്, അങ്ങനെ നിങ്ങളുടെ ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾ ചെയ്യാം കേട്ടോ. ഹെൽത്തി ആയിട്ടുള്ള ഫുഡ്സുകൾ എന്തൊക്കെയാണ് അതിന്റെ ഒരു ചെറിയ രീതിയിൽ അതിനിപ്പോ ചാർട്ട് ചെയ്യേണ്ടത് നിങ്ങള് ചാർട്ട് ചെയ്യുന്നവർ ചെയ്യുന്നു, അല്ലാത്തവര് എ4 ഷീറ്റ് ചെയ്താലും മതി കേട്ടോ. ചാർട്ട് വാങ്ങിച്ചിട്ട് സമയം കളയണമെന്നില്ല. ചാർട്ട് ഇല്ലാത്തവര് ഇതിൽ ചെയ്താൽ മതി. പക്ഷെ എല്ലാം സൂക്ഷിച്ചു വെക്കണം. ബൈവേൽ ഇതൊക്കെ ഞാൻ ചോദിക്കും കേട്ടോ. ഓക്കെ, മനസ്സിലായോ? മെബിയ വഴിയിലെത്തിയോ കുഞ്ഞിനെ കൊണ്ടുവരാൻ? മനസ്സിലായി. ബാക്കിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ക്ലാസ് ഞാൻ പറഞ്ഞു കേട്ടോ. വഴിയിലാണ് കുഞ്ഞിനെ കൊണ്ടുവരാൻ വേണ്ടി. ഇല്ല, അയ്യോ നെക്സ്റ്റ് ക്ലാസ് ഒന്നും വേണ്ട, എപ്പോഴെങ്കിലും ചെയ്താൽ മതി കേട്ടോ. വൈകിട്ട് മുൻപായിട്ട് ചെയ്ത് തീർത്താൽ മതി കേട്ടോ. നെക്സ്റ്റ് ക്ലാസ് ചെയ്യാൻ ടീച്ചർ ഇത് എടുത്തിട്ടില്ല കേട്ടോ, ചാപ്റ്റർ എടുത്തിട്ടില്ല. അത് ഞാൻ ബ്രീഫ് ചെയ്ത് പറഞ്ഞു ഇതിൽ എന്തൊക്കെയാണ് കേട്ടോ. ഓക്കെ, വൈൻഡപ്പ് ചെയ്യണം. സൈൻ ഔട്ട് ഒന്ന് പറയാമോ? Thank you so much, Miss, for the wonderful class. Okay, thank you. Thank you so much. Thank you, Miss. Thank you. Have a nice day. Thank you, ma'am. Thank you, ma'am. Thank you. Thank you, Miss.